ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്കോളജിക്കൽ സക്സഷനെ പറ്റിയാണ്. ഇക്കോളജിയുടെ വേറെ കുറേ ഇമ്പോർട്ടൻറ്റ് പാർട്ടുകളും എക്കോസിസ്റ്റംസും ഫുഡ് വെബ്, ഫുഡ് ചെയിൻ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്കോസിസ്റ്റം, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ എക്കോസിസ്റ്റം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു എക്കോസിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. എബയോട്ടിക് കമ്പോണൻസ് ഉണ്ട്, ബയോട്ടിക് കമ്പോണൻസ് ഉണ്ട്. അങ്ങനെയുള്ളൊരു എക്കോസിസ്റ്റം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ എക്കോളജിക്കൽ സക്സഷൻ എന്ന ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിംപിളി പറയുകയാണെങ്കിൽ ഒരു ബെയർ ലാൻഡ്, ഒരു തരിശു ഭൂമിയിൽ നിന്നും ഒരു എക്കോസിസ്റ്റം, ഒരു ഫോറസ്റ്റ് എക്കോസിസ്റ്റം ആവാം, അല്ലെങ്കിൽ ഒരു പോണ്ട് എക്കോസിസ്റ്റമോ, അങ്ങനെ ഒരു ഒന്നുമില്ലാതെ ഒരു ജീവിയും ഇല്ലാതെ എടുക്കുന്ന ഒരു ബെയർ ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്നും എങ്ങനെയാണ് ഒരുപാട് ജീവികളും അവരുടെ ഇൻ്റർലിങ്കിങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഫുഡ് വെബ്, ഫുഡ് ചെയിനൊക്കെ ഉള്ള ഒരു എക്കോസിസ്റ്റം ഫോം ചെയ്യുന്നത് എന്നുള്ളൊരു പ്രോസസ്സ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫോറസ്റ്റ് കൺസേൺ ചെയ്യുക. ഒരു ഫോറസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്നൊരു ഫോറസ്റ്റിൽ ലാർജ് ട്രീസും അതുപോലെ ഹെർബ്സും ഷേർബ്സും ബാക്ടീരിയാസും മറ്റു ഓർഗാനിസം എല്ലാം കൂടെ പെട്ടെന്ന് ഒരിക്കലും അങ്ങനെ ഉണ്ടായതല്ല. അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിട്ട് അവിടെ തുടക്കത്തിൽ ഒരു ജീവിജാലങ്ങൾ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അടുത്തടുത്ത ഓരോരോ കമ്മ്യൂണിറ്റികൾ വന്ന് അതിനെ ആഡ് ചെയ്ത് ഫൈനലിയാണ് നമ്മളിപ്പോൾ കാണുന്ന രീതിയിലുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ടാകുന്നത്. ആൻഡ് ഇത് ഡൈനാമിക്കാണ്, നമ്മൾ പറയുകയും ചെയ്തു. എക്കോസിസ്റ്റം എപ്പോഴും ഡൈനാമിക്കാണ്. അതെന്താണ്, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം ഇക്കോളജിക്കൽ സക്സഷൻ. അപ്പോൾ ഈ ഒരു ഡൈനാമിക് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് ശരിക്കും എക്കോളജിക്കൽ സക്സഷനിലേക്ക് എത്തിക്കുക. നമ്മളിപ്പോൾ ഒരു എക്കോസിസ്റ്റം എടുത്താൽ അതും ഉറപ്പായിട്ട് സ്റ്റേബിളായിട്ട് വെൽ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എക്കോസിസ്റ്റമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതിനും എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാം. എൻവയോൺമെൻറ്റൽ ഫാക്റ്റ് കൊണ്ടോ, അല്ലെങ്കിൽ അതിനുള്ളിലുള്ള ജീവജാലങ്ങളുടെ ഇൻട്രാക്ഷൻ കൊണ്ടോ, കോമ്പറ്റീഷൻസ് കൊണ്ടോ, അങ്ങനെ പല ഫാക്റ്റ് കൊണ്ട് അതിന് മാറ്റം വന്ന് അത് മറ്റൊരു കമ്മ്യൂണിറ്റി അവിടെ ഇൻവേഡ് ചെയ്യാനും അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. സിമ്പിളി നമുക്ക് എങ്ങനെയാണ് നടക്കുന്നത്, അതായത് ഒരു തരിശു ഭൂമിയിൽ നിന്നും എങ്ങനെയാണ് ഒരു കാടുണ്ടായി വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഈ കാര്യത്തിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ വൈസ് നമുക്ക് പറയുകയാണെങ്കിൽ, ദ ഓർഡർലി അപ്പിയറൻസ് ആൻഡ് ഡിസപ്പിയറൻസ് ഓഫ് കമ്മ്യൂണിറ്റീസ് ഓർ എക്കോസിസ്റ്റം ഇൻ ആൻ ഏരിയ ഇൻ റെഗുലർ സക്സഷൻ അണ്ടിൽ ആൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഈസ് അറ്റൈൻഡ് ഓർ എ സ്റ്റേബിൾ ഫൈനൽ കമ്മ്യൂണിറ്റി എമർജസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കുക, ഇതൊരു ഓർഡറായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. ഓക്കെ, നമ്മൾ നോക്കുക, ഒരു ബെയർ ലാൻഡിൽ നിന്നും ഒരു ഫോറസ്റ്റ് ആവുന്നത് ഒരു ഓർഡറായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത്, ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഒരു സ്ഥലത്ത് വരുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആ എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്മ്യൂണിറ്റിനെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ട്, അതിനെ ഫുള്ളി എടുത്ത് മാറ്റിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും അതിനെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു കമ്മ്യൂണിറ്റി വരുന്നു. ആ കമ്മ്യൂണിറ്റിനെ ഡോമിനേറ്റ് ചെയ്ത് മറ്റൊരു കമ്മ്യൂണിറ്റി വരുന്നു. അങ്ങനെ ആ പ്രോസസ്സ് എവിടെ വരെ പോകുന്നു, ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ, അതായത് ഇനി ഇതിന് മാറ്റം അധികം വരില്ല, അല്ലെങ്കിൽ അത്യാവശ്യം ബാലൻസ്ഡ് അല്ലെങ്കിൽ അത്യാവശ്യം സ്റ്റേബിൾഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയോ എക്കോസിസ്റ്റമോ ആകുന്നത് വരെ ഈ പ്രോസസ്സ് തുടരുന്നു. ഇങ്ങനെയുള്ള ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ജനറലി എന്ത് വിളിക്കുന്നത്, ഇക്കോളജിക്കൽ സക്സഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിമ്പിൾ ഫാക്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു തരിശ് സ്ഥലം കൂട്ടുക, ഒരു ബെയർ ലാൻഡ്, അവിടെ കുറച്ച് മണലും കല്ലും ഒക്കെ ഉള്ളൂ, മറ്റൊരു ജീവജാലങ്ങളില്ല, കുറച്ച് എബയോട്ടിക് ഫാക്ടർ മാത്രമുള്ള ഒരു തരിശ് സ്ഥലം. അപ്പോൾ നമുക്കറിയാം, അങ്ങനെയുള്ളൊരു സ്ഥലത്തിൽ ന്യൂട്രിയൻ കണ്ടൻറ്റ് വളരെ ലോ ആയിരിക്കും. അതിൻ്റെ ന്യൂട്രിയൻ കണ്ടൻറ്റ് വളരെ ലോ ആയിരിക്കും. അത്രയും ലോ ന്യൂട്രിയൻ കണ്ടൻറ്റിൽ എല്ലാ ജീവികൾക്കും വളരാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടായിരിക്കാം അവിടെ ഒരു ബെയർ ലാൻഡായിട്ട് കിടക്കാൻ സാധ്യത. അവിടെ ഒരു ബെയർ ലാൻഡായിട്ട് കിടക്കുന്നതിന് ഒരു കാരണം അവിടെ ന്യൂട്രിയൻ കണ്ടൻറ്റ് കുറവാണെന്നുള്ളതാണ്. കാരണം അത് മണലും മണ്ണും ഒക്കെയുള്ള മണ്ണിന് ന്യൂട്രിയൻ കണ്ടൻറ്റൊക്കെ വളരെ കുറവാണെന്ന് വിചാരിക്കുക. സോ അവിടെ മഴയും അല്ലെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം മഴ കൊണ്ടോ മറ്റ് ക്ലൈമാറ്റിക് ചേഞ്ച് കൊണ്ടോ ഒക്കെ ചെറിയ തോതിൽ വാട്ടർ കണ്ടൻറ്റ്, ചെറിയ ന്യൂട്രിയൻ കണ്ടൻറ്റൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ, ആ ചെറിയ ലോ എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസിനെ ഉപയോഗിച്ചിട്ട് വളരാൻ ശേഷിയുള്ള ഫോമുകളുണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മൾ താഴ്ന്ന രീതി അല്ലെങ്കിൽ പ്രിമിറ്റീവായിട്ടുള്ള ജീവജാലങ്ങളെ നോക്കുകയാണെങ്കിൽ വലിയ വലിപ്പമൊന്നുമില്ല, അത് ബാക്ടീരിയയോ ഫംഗസോ ആൽഗയോ അങ്ങനെ യൂണിസെല്ലുലാർ ആയിട്ടുള്ള വലിയ ഒരു വെൽ അഡ്വാൻസ്ഡ് എന്ന് പറയാൻ പറ്റാത്ത പ്രിമിറ്റീവായിട്ടുള്ള ജീവജാലങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവയ്ക്ക് വളരെ കുറച്ച് എനർജി മതി, അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലും അവയ്ക്ക് ജീവിക്കാനും സർവൈവ് ചെയ്യാനും സാധിക്കും. സോ നമ്മുടെ ഒരു ബെയർ ലാൻഡിൽ അങ്ങനെ കുറച്ച് വെള്ളത്തിൻ്റെ പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇതുപോലുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് വളരാൻ പറ്റും, ശരിയല്ലേ? നോക്കുക, ഇപ്പോൾ ഫംഗസ് സ്പോറുകൾ വന്നിട്ട് ഫംഗസിന് വളരാൻ പറ്റും. പല ടൈപ്പ് ഫംഗസുകളോ ലൈക്കൻസോ മൈക്രോ ആൽഗകളോ അല്ലെങ്കിൽ ലോവർ പ്ലാറ്റ്ഫോമായിട്ടുള്ള ബ്രയോഫൈറ്റുകളോ അങ്ങനത്തെ ചില പ്രിമിറ്റീവായിട്ടുള്ള സ്പീഷീസുകൾ ആദ്യം അവിടെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു.
സോ അങ്ങനെയുള്ള ആ ഒരു കമ്മ്യൂണിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ എന്താണ്, അവർ സ്വാഭാവികമായിട്ടും അവിടുത്തെ ന്യൂട്രിയൻസ് യൂസ് ചെയ്തുകൊണ്ട് അവർ കുറച്ച് റീപ്രൊഡ്യൂസ് ചെയ്ത് അവരുടെ എണ്ണത്തിലൊക്കെ വളരെ ഇതായിട്ട് ഒരു 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 സ്റ്റേറ്റ്, ഒരു കമ്മ്യൂണിറ്റി, ഒരു എക്കോസിസ്റ്റമായിട്ട് മാറുന്നു. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ചെറിയ ചെറിയ ഓർഗാനിസംസും അവിടെ വരുന്നു, അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസം വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഫുഡ് ചെയിനും ഫുഡ് വെബൊക്കെ അവിടെ ഉണ്ടാകുന്നു. സോ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തതിന് ശേഷം പിന്നീട് കുറച്ച് കാലങ്ങൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ന്യൂട്രിയൻ കണ്ടൻറ്റ് വളരെയധികം കൂടാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് കൂടാൻ തുടങ്ങുന്നത്? ഇപ്പോൾ അവിടെ ഓൾറെഡി കുറച്ച് ജീവജാലങ്ങളുണ്ട്, ഇത് പലതും ഡെഡ് ആൻഡ് ഡീക്കേ ആവുന്നു, പുതിയതുണ്ടാവുന്നു, ഇങ്ങനെയാണല്ലോ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അവർ ഡെഡ് ആൻഡ് ഡീക്കേ നടക്കുന്ന സമയത്ത് ഇവരുടെ ബോഡിയിലുള്ള ന്യൂട്രിയൻസ് എല്ലാം എന്താണ്, അവിടുത്തെ മണ്ണിലും പാറകളിലൊക്കെ ഉണ്ടാവുന്നു. സോ ആ ന്യൂട്രിയൻസ് അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ബെയർലാൻഡ് എന്ത് സംഭവിക്കുന്നു, അത് കുറച്ചുകൂടി ന്യൂട്രിയൻ റിച്ച് ആയിട്ട് മാറുന്നു. അങ്ങനെയുള്ള ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ളതിൽ കുറച്ചുകൂടെ വെൽ അഡാപ്റ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾക്ക് ജീവിക്കാൻ പറ്റും. നേരത്തെ നമ്മൾ നോക്കുക വളരെ ലോ എമൗണ്ട് ന്യൂട്രിയൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ പ്രിമിറ്റീവ് ഫോംസിന് മാത്രമേ വളരാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് ധാരാളമായി വന്നു. അവ പലതും ഡെഡ് ഡീക്കേ ചെയ്ത് കാലക്രമേണ ആ മണ്ണിൻ്റെ ന്യൂട്രിയൻ റിച്ച് ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ന്യൂട്രിയൻ കണ്ടൻറ്റ് വളരെയധികം ഉയർന്നു. ആ ഒരു സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ കുറ്റിച്ചെടികൾക്കോ അല്ലെങ്കിൽ ബ്രയോഫൈറ്റുകൾക്ക്, തെരിഡോഫൈറ്റ്, ജിംനോസ്പേംസ്, അതുപോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫോം, അല്ലെങ്കിൽ ആൻജിയോസ്പേം തന്നെയാണെങ്കിലും വളരെ കുറഞ്ഞ ന്യൂട്രിയൻ കണ്ടന്റിൽ ജീവിക്കാൻ പറ്റുന്ന കുറച്ച് ചെടികളും പുല്ലുകളും ഒക്കെ വരാൻ തുടങ്ങും. സോ അങ്ങനെയുള്ളത് വന്നു കഴിയുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള ജീവജാലങ്ങളും അതോടൊപ്പം തന്നെ വന്ന് മറ്റൊരു കമ്മ്യൂണിറ്റി അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നു. നേരത്തെ മൈക്രോ ആൽഗയും ഫംഗസും ഒക്കെ ഉണ്ടായിരുന്ന അവരേറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന അവർ ഡോമിനേറ്റ് ചെയ്തിരുന്ന കമ്മ്യൂണിറ്റിക്ക് പകരം ഇപ്പോൾ വേറൊരു കമ്മ്യൂണിറ്റി വന്നു. അവിടെ കൂടുതലും ഡോമിനേറ്റ് ചെയ്യുന്നത് കുറച്ച് കുറ്റിച്ചെടികളും പുല്ലുകളും അങ്ങനത്തെ സാധനങ്ങളും വള്ളിച്ചെടികളും ഒക്കെ ആണെന്ന് കരുതുക. ഓക്കെ, മറ്റവ ഇല്ലെന്നല്ല, അവിടെ ആ സമയത്ത് ഫംഗസൊക്കെ കാണും. പക്ഷേ ഡോമിനേറ്റഡ് ആയിട്ടുള്ള, കൂടുതലായിട്ട് കാണുന്നതും അതിൻ്റെ നിയന്ത്രിക്കുന്ന ഒരു കൺട്രോളിങ് ഉള്ളതുമായിട്ടുള്ളത് ഒരു കമ്മ്യൂണിറ്റി അവിടെ വീണ്ടും ഫോം ചെയ്തു. ഇതും കുറേ നാൾ പോകും തോറും കാലക്രമേണ വീണ്ടും മണ്ണിൻ്റെയും ന്യൂട്രിയൻ കണ്ടൻറ്റും ഇവർ ഇൻട്രാക്ഷൻസും കോആക്ഷൻസും കൊണ്ട് അവിടുത്തെ ക്ലൈമറ്റും അതുപോലെ എബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഫാക്ടേഴ്സിൻ്റെ ഒരു ലിങ്കേജ് കൊണ്ട് അവിടുത്തെ എബയോട്ടിക് ഫാക്ടറിൻ്റെ കണ്ടീഷൻസും ഒക്കെ ചേഞ്ച് ചെയ്യാം. കൂടുതൽ മണ്ണ് ഫോം ചെയ്യപ്പെടാം. അതുപോലെ നല്ല റിച്ച് ആയിട്ടുള്ള ന്യൂട്രിയൻ റിച്ച് ആയിട്ട് വളക്കൂറുള്ള മണ്ണുകൾ ഉണ്ടാവാം. അങ്ങനെ വീണ്ടും ഒരു ചേഞ്ച് അവിടുത്തെ മൊത്തം ഫാക്ടറികൾക്ക് സംഭവിക്കുമ്പോൾ കുറച്ചുകൂടി ഡോമിനേറ്റഡ് ആയിട്ടുള്ള ആൻജിയോസ്പേംസിനെ ഇപ്പോൾ നമ്മൾ നോക്കുക, ചെറിയ ചെറിയ മരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ അവിടെ വളരാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും തുടങ്ങും. എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ വ്യാപിക്കാൻ തുടങ്ങും. സോ ആ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ ജീവിക്കാൻ ശേഷിയുള്ള, അത് ഷെൽട്ടറായിട്ട് ഫുഡായിട്ടും ഒക്കെ കാണുന്ന ജീവജാലങ്ങളും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ജീവജാലങ്ങളും ഒക്കെ അവിടെ വീണ്ടും വന്ന് കൂടുന്നു. ഇപ്പോൾ വീണ്ടും ഒരു കമ്മ്യൂണിറ്റി ഇവർ ഓർഗം ചെയ്തു. ആദ്യം ഉണ്ടായിരുന്ന മൈക്രോ ഓർഗാനിസത്തിൻ്റെ കമ്മ്യൂണിറ്റി മാറ്റിയിട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഫീച്ചറുള്ള ഒരു കമ്മ്യൂണിറ്റി വരുന്നു. ദെൻ വീണ്ടും ഒരു കമ്മ്യൂണിറ്റി വരുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് പാറ്റേൺ ആയിട്ട് നടക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്കോളജിക്കൽ സക്സഷൻ. ഇറ്റ്സ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്. അത് ഒരു കമ്മ്യൂണിറ്റി വരുന്നു, അത് കുറച്ച് നാൾ നിൽക്കുന്നു, അതിനുശേഷം അതിനെ ഓവർകം ചെയ്തുകൊണ്ട് മറ്റൊരു ഡോമിനൻ്റ് കമ്മ്യൂണിറ്റി വരുന്നു. ഇത് എവിടെ വരെ പോകുമെന്ന് നമ്മൾ പറഞ്ഞേ, ഇനി ഒരു കമ്മ്യൂണിറ്റി വന്നിട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് കുറച്ചൊക്കെ സ്റ്റേബിളാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റ് ആയി, കംപ്ലീറ്റ്ലി ഒരു ഫോറസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഇനി അവിടെയും അതിലും, അതായത് വലിയ വലിയ ട്രീസിനെ കഴിഞ്ഞും ഒക്കെ ഡോമിനേറ്റ് ആയിട്ടൊരു സ്പീഷീസ് ഇല്ല. സോ അവരാണ് ഡോമിനേറ്റഡ് നിൽക്കുന്നത്. ഇനിയും അവരെ നശിച്ചിട്ട് അതിന് മുകളിലേക്ക് ഒരു ജീവജാലങ്ങൾ വരാനില്ല എന്നൊരു കണ്ടീഷൻ വരുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്നൊക്കെയാണ് പറയാറ്. സോ അങ്ങനെ ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അതുവരെ ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കും. സോ അങ്ങനെയുള്ള ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്. അപ്പോൾ ഇനി ഒന്നുകൂടെ ഡെഫിനിഷൻ നിങ്ങൾ നോക്കുക. ദ ഓർഡർലി അപ്പിയറൻസ് ആൻഡ് ഡിസപ്പിയറൻസ് ഓഫ് കമ്മ്യൂണിറ്റീസ്. അപ്പിയർ ചെയ്യുന്നു, അത് ഡിസപ്പിയർ ചെയ്ത് അടുത്തത് വരുന്നു. ഓർ എക്കോസിസ്റ്റം ഇൻ ആൻ ഏരിയ ഇൻ റെഗുലർ സക്സഷൻ. ഓരോ ഇൻ്റർവെല്ലിൽ ഓരോ സക്സഷൻ അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പായിട്ട് നടക്കുന്നു. അണ്ടിൽ ആൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഓർ സ്റ്റേബിൾ ഫൈനൽ കമ്മ്യൂണിറ്റി എമേർജസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി വരുന്നവരെയുള്ളൊരു പ്രോസസ്സ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എസ്ഐക്ക് ചോദിക്കാനുള്ള കുറച്ച് സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ള ടോപ്പിക്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സംഭവം സിമ്പിളി ഇത്രയാണ്. ഒരു ബെയർ ലാൻഡിൽ നിന്ന് ഒരു എക്കോസിസ്റ്റം ഫോം ചെയ്യുന്ന ഒരു ഗ്രാജുവൽ പ്രോസസ്സ്. അതിനെയാണ് നമ്മൾ ജനറലി എന്തെന്ന് വിളിക്കുന്നത്, ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ. മറ്റൊരു ഡെഫിനിഷൻ നോക്കുക. ഇറ്റ് ഈസ് എ നാച്ചുറൽ ഇക്കോളജിക്കൽ ആസ് വെൽ ആസ് എവല്യൂഷണറി പ്രോസസ് ബൈ വിച്ച് ആൻ ഏരിയ ഓർ ലൊക്കാലിറ്റി ഗെറ്റ്സ് സക്സസീവ്ലി കോളനൈസ്ഡ് ബൈ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് അണ്ടിൽ എ സ്റ്റേബിൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. നമുക്ക് ഇതിലെ ഡെഫിനിഷൻ വേണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിതൊരു ബൈ ഡെഫിനിഷൻ ഒറ്റ 2 സെൻറ്റൻസിലൊക്കെ ഒതുക്കാൻ കുറച്ച് പ്രയാസമാണ്. കാരണം ഇതിന് പല ആസ്പെക്ട്സ് ഉണ്ട്. ഇതിന് എവല്യൂഷണൽ ആസ്പെക്ട്സ് ഉണ്ട്, അതുപോലെ എക്കോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്, പല രീതിയിൽ. അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ
ഒരു ആസ് എ ഡെഫിനിഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുകയോ എന്ത് വേണം ചെയ്യുക. പക്ഷേ കാര്യം ഇത് മനസ്സിലാക്കുക, ഒരു ബെയർ ലാൻഡിൽ നിന്നും ഓരോ സ്റ്റെപ്പ്, ഓരോ ക്ലൈമാക്സ് ഒരു കമ്മ്യൂണിറ്റീനെ ചേഞ്ച് ചെയ്ത് മറ്റൊരു കമ്മ്യൂണിറ്റി ഡോമിനേറ്റ് ചെയ്യുന്നു. ആ പ്രോസസ്സ് ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എത്തുന്നവരെ തുടരുന്നൊരു ഗ്രാജുവൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്. അതിനെയാണ് ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സോ ഇത് നേച്ചറിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത്. ഒരു തരിശലം കാടാവാം, കാട് വീണ്ടും നശിച്ചു പോകാം, അവിടെ വീണ്ടും അടുത്ത അതുപോലെ സക്സഷൻ നടന്നിട്ട് വീണ്ടും ഒരു കാടുണ്ടാവാം. അപ്പോൾ അങ്ങനെ നേച്ചർ ഡൈനാമിക്കാണ്, നമ്മുടെ ബയോസ്ഫിയർ ഡൈനാമിക്കാണ്. അവിടെ ഈ ഒരു പ്രോസസ്സ് നിരന്തരമായി നടക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ എപ്പോഴും നമ്മൾ ചുറ്റും കാണുന്ന ഓരോ എക്കോസിസ്റ്റവും ഇങ്ങനെ എക്കോളജിക്കൽ സക്സഷൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഇതിനകത്തൊരു ട്രെൻഡ്സ് അല്ലെങ്കിൽ ഇക്കോളജിക്കൽ സക്സഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് നോക്കുക, പ്രോഗ്രസീവ് ഇൻക്രീസ് ഇൻ ദ ബയോമാസ് ഓർ ഓർഗാനിക് കണ്ടൻറ്റ് ഓഫ് ദി കമ്മ്യൂണിറ്റി. ഇപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി നോക്കുക, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നമ്മൾ ആദ്യം പറഞ്ഞ ബെയർലാൻഡ് വരുന്ന കമ്മ്യൂണിറ്റി എങ്ങനെയാണ്, വളരെ പ്രിമിറ്റീവായിട്ടുള്ള സ്പീഷീസുകളാണ് അല്ലേ, ആൽഗയോ അല്ലെങ്കിൽ ഫംഗസോ പോലത്തെ വളരെ പ്രിമിറ്റീവായിട്ടുള്ള സ്പീഷീസുകളാണ് ആദ്യം വന്നതെന്ന് പറയുന്നത്. സോ അപ്പോൾ അവരുടെ ബയോമാസ് എടുത്താൽ അല്ലെങ്കിൽ ഡ്രൈ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ വളരെ കുറവായിരിക്കും അല്ലേ. പക്ഷേ നമ്മളൊരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി നോക്കുക, അവിടെ വലിയ വലിയ വുഡൻ ട്രീസും അതേപോലെ വലിയ ട്രീയും വലിയ ഓർഗാനിസംസും ഉണ്ട്. ഇപ്പോൾ ആനയോ സിംഹമോ അതുപോലെ വലിയ ജീവജാലങ്ങളും വലിയ ട്രീസുമാണുള്ളത്. സോ അതിൻ്റെ ബയോമാസ് എടുത്തു കഴിഞ്ഞാലോ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഓരോ പ്രോസസ്സിൽ നമ്മളിപ്പോൾ പിരമിഡ്സ് ഒക്കെ പറഞ്ഞ പോലെ ഓരോ ട്രോഫിക് ലെവൽ കഴിയുമ്പോൾ എന്താ ബയോമാസ് കൂടുന്നു എന്ന് പറയുന്ന പോലെ ഇവിടെയും എന്താ ഓരോ കമ്മ്യൂണിറ്റിയും ഓരോ സക്സസീവ് കമ്മ്യൂണിറ്റി വരുമ്പോഴും അതിൻ്റെ ഗ്രാജുവലി അതിൻ്റെ ബയോമാസ് ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. കാരണം ആദ്യം ഒരു തരിസ്ഥലത്ത് വരുന്ന ജീവികൾക്കൊന്നും വലിയ വലിപ്പമോ ബോഡി വെയ്റ്റോ ഒന്നും ഉള്ള ജീവജാലങ്ങളല്ല. അതിനുശേഷം വരുന്ന കമ്മ്യൂണിറ്റി കുറച്ചുകൂടെ വലുതും മാസ് കൂടിയതുമായിട്ടുള്ള ജീവജാലങ്ങൾ വരുന്നത്. അതിനുശേഷം വരുന്നതും കുറച്ചുകൂടെ അഡാപ്റ്റഡും കുറച്ചുകൂടെ അഡ്വാൻസ്ഡും ആയിട്ടുള്ളതാണ്. സോ അങ്ങനെ ഒരു ബയോമാസ് കൺസേൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഓരോ സ്റ്റേജസ് കഴിയും തോറും നമ്മുടെ ഇക്കോളജിക്കൽ സിസ്റ്റത്തിൻ്റെ ഓരോ സ്റ്റേജസ് കഴിയും തോറും ബയോമാസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി വരുന്നു. ദെൻ സ്റ്റഡി ഇൻക്രീസ് ഇൻ ദ ന്യൂട്രിയൻ കൺസർവേഷൻ ആൻഡ് ഡിക്രീസ് ഇൻ ദ ന്യൂട്രിയൻ്റ് ലോസ്. അപ്പോൾ നിങ്ങളിവിടെ ഒരു ട്രോഫിക് ലെവലിനെ കൺസേൺ ചെയ്യുന്ന പോലെ ഇവിടെ എടുക്കരുത്, അല്ലെങ്കിൽ ഒരു ജീവിനെ മാത്രമായിട്ട് എടുക്കരുത്, നമ്മുടെ കമ്മ്യൂണിറ്റീനെ മൊത്തമാണ് പറയുന്നത്. ഇപ്പോൾ നോക്കുക, സ്റ്റഡി ഇൻക്രീസ് ഇൻ ദ ന്യൂട്രിയൻ കൺസർവേഷൻ അല്ലേ, നമ്മൾ ഈ ബയോമാസിനോട് റിലേറ്റ് ചെയ്ത് തന്നെ പറയാവുന്നതാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ബയോമാസ് കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം കൂടുക എന്ന് പറയുമ്പോൾ എന്താ, അത് ന്യൂട്രിയൻ അവിടെ സ്റ്റോർ ചെയ്ത് അതിൻ്റെ ഒരു ഫുൾ ബോഡിയിലും പല പല കൈൻഡ് ഓഫ് ന്യൂട്രിയൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടല്ലേ ഇത് വലിപ്പം കൂടുന്നത്. സോ ഓരോ കമ്മ്യൂണിറ്റി വരുമ്പോഴും അതിൻ്റെ വലിപ്പം കൂടിക്കൂടി വരുന്നു. അതിനർത്ഥം അവർ കൺസർവ് ചെയ്ത് വെച്ചേക്കണ എനർജിയുടെ അളവ് കൂടുന്നു. ഒരു സിംഗിൾ സെല്ലായിട്ടുള്ളൊരു ജീവിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എത്ര എനർജി അറ്റൈൻ ചെയ്യുന്നു അതിൻ്റെ കംപ്ലീറ്റ് ഭാഗവും അവർ ഉപയോഗിച്ച് തീർക്കാറാണ് പതിവ്. അവരങ്ങനെ സ്റ്റോർ ചെയ്യുകയോ വലുതാവുകയൊന്നും ചെയ്യാറില്ല. പക്ഷേ അടുത്തടുത്ത കുറച്ചൊരു അഡ്വാൻസ്ഡ് പ്ലാൻസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യുന്നു, അവർക്ക് കിട്ടുന്ന എനർജിയുടെ കുറേ ഭാഗം യൂസ് ചെയ്യും, കുറേ ഭാഗം സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റേജ് കഴിയുന്ന ഓരോ കമ്മ്യൂണിറ്റി വരുന്തോറും ഇവർ സ്റ്റോർ ചെയ്യുന്ന അളവ് കൂടുന്നു എന്നാണ് പറയുന്നത്. സിമ്പിളി നമ്മൾ നോക്കുക, ആദ്യം അവിടെ വന്ന പ്ലാന്റ് ഒരു കുറ്റിച്ചെടിയാണ്. ആ കുറ്റിച്ചെടിക്ക് ഒരു ലിമിറ്റുണ്ട്, വലുതാവുന്നതിന് ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ അത് സ്റ്റോർ ചെയ്യുന്ന എനർജിക്ക് ഒരു ലിമിറ്റുണ്ട്. അതൊരു 10 വർഷം അവിടെ ജീവിച്ചാലും അതൊരു ലിമിറ്റിൽ കൂടുതൽ വലുതാവത്തില്ല. അപ്പോൾ അതിന് കിട്ടുന്ന എനർജി എല്ലാം കൂടുതലും എന്താ ചെയ്യുന്നത്, അവരതിൻ്റെ റെസ്പിറേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിൽ നോക്കുക, ഒരു വലിയ ട്രീ എടുത്ത് നോക്കുക, ആ ട്രീ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അൺലിമിറ്റഡ് ആയിട്ട് ഗ്രോ ചെയ്യുന്നു. അതിന് കിട്ടുന്ന എനർജിയുടെ നല്ലൊരു പങ്കും അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, വളരെ കുറച്ച് മാത്രം ലോസ് ആക്കുന്നു. സോ അപ്പോൾ ഒരു സ്റ്റഡി ഇൻക്രീസ് അവിടെ നടക്കുന്നു. എന്തിൻ്റെ കേസിൽ, ന്യൂട്രിയൻസിനെ കൺസർവ് ചെയ്ത് വെക്കുന്ന കേസിൽ. അതുപോലെ ന്യൂട്രിയൻ ലോസിന് ഡിക്രീസും സംഭവിക്കുന്നു, ന്യൂട്രിയൻസ് ലോസ് കുറയും. ഒറ്റ ഇതായിട്ട് തന്നെ എടുക്കുന്നത് നമ്മളൊരു ഫുൾ എൻ്റയർ കമ്മ്യൂണിറ്റിയാണ് നമ്മൾ നോക്കുന്നത്, ഒരു എക്കോസിസ്റ്റത്തെ മൊത്തത്തിലാണ് നോക്കുന്നത്. അവിടെ മുൻപുണ്ടായിരുന്ന എക്കോസിസ്റ്റത്തെക്കാളും കുറച്ചുകൂടെ ന്യൂട്രിയൻസ് കൺസർവ് ചെയ്യുന്ന എക്കോസിസ്റ്റം ആയിരിക്കും അടുത്തത് വരുന്നത്, കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള എക്കോസിസ്റ്റം ആയിരിക്കും അടുത്തത് വരുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഇൻക്രീസ് ഇൻകോർപ്പറേഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇൻ ഓർഗാനിസം. നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ദെൻ പ്രോഗ്രസീവ് ഡോമിനൻസ് ഓഫ് ഡീകമ്പോസർ കമ്പോണൻറ്റ് ഓഫ് ദി കമ്മ്യൂണിറ്റി. ഓക്കെ, നിങ്ങൾ നോക്കുക, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു തുടക്കത്തിലുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിനെ ഡിക്കമ്പോസ് ചെയ്യാൻ, അതെല്ലാം സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് മൾട്ടി സെല്ലാർ ഫോംസ് ഒക്കെ ഉള്ളൂ. അതിനെ ഡിക്കമ്പോസ് ചെയ്യാനായിട്ട് അതുപോലെയുള്ള പ്രിമിറ്റീവ് ആയിട്ടുള്ള തന്നെ ഡീകമ്പോസേഴ്സ് മതി. പക്ഷേ ഹയർ കമ്മ്യൂണിറ്റികളിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ധാരാളം ബയോഡൈവേഴ്സിറ്റി കൂടുതലാണ്, പല ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓർഗാനിസംസും പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെ ഡീകമ്പോസും ചെയ്യാണല്ലോ, ഇവരുടെ ബോഡീനെ എല്ലാം ഡെഡ് ഡീക്കേ നടക്കുമ്പോൾ ഡീകമ്പോസ് ചെയ്യാനായിട്ട്
ഡീകമ്പോസേഴ്സ് വരുന്നത്. അപ്പോൾ ഡീകമ്പോസേഴ്സും ഗ്രാജുവലി എന്താണ് അഡ്വാൻസ് ചെയ്യപ്പെടുകയാണ്. സോ അങ്ങനെ അവരും പ്രോഗ്രസീവായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നു. ഓരോ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി വരുമ്പോൾ അല്ല ഓരോ കമ്മ്യൂണിറ്റി വരുമ്പോഴും മുൻപത്തെ കമ്മ്യൂണിറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡീകമ്പോസേഴ്സും അവിടെ ഉണ്ടാകുന്നു. സോ പ്രോഗ്രസീവായിട്ട് നമ്മുടെ ഡീകമ്പോസേഴ്സും ഇവിടെ ഡോമിനൻസ് ചെയ്യുന്നു. ഓക്കെ, കാര്യം സിമ്പിളാണ്, നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ട പോയിൻ്റ് ഒന്നുമില്ല. ആദ്യം ഒരു മൈക്രോ ഓർഗാനിസം ആണെങ്കിൽ നമ്മളിപ്പോൾ നോക്കുക, ഇപ്പോൾ ലാർജർ ഇപ്പോൾ നമ്മുടെ കാട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഡീകമ്പോസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ജീവജാലങ്ങളുണ്ടല്ലോ, ഒരുപാട് ഇൻസെക്ട്സ് ഉണ്ട്, വേംസ് ഉണ്ട്, അതുപോലെ സെൻറ്റിപ്പീഡ്, മില്ലിപ്പീഡ്, അങ്ങനത്തെ ഒരു കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യം എവിടെയില്ല. നമ്മൾ ആദ്യത്തെ ആൽഗയൊക്കെ ഉണ്ടായിരുന്ന കമ്മ്യൂണിറ്റി ഒരു മില്ലിപ്പീഡൊക്കെ ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. കാരണം അതിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമൊന്നും അവിടെ ഇല്ല. സോ കുറച്ച് അഡ്വാൻസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ഡീകമ്പോസേഴ്സും അഡ്വാൻസ് ചെയ്ത് വരികയാണ്. വേംസിന് പകരം മില്ലിപ്പീഡ്, സെൻറ്റിപ്പീഡ് പോലത്തെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പല ടൈപ്പ് ഓഫ് ഡീകമ്പോസേഴ്സും അവരുടെ ഫുഡ് വെബുകളും ഫുഡ് ചെയിൻസും ഒക്കെ അവിടെ ഫോം ചെയ്യാനൊക്കെ തുടങ്ങുന്നു. ഓക്കെ, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ഇക്കോസിസ്റ്റം. എപ്പോഴും ഒരു സിമ്പിൾ ഫോം ചെയ്യുന്ന കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോമിലേക്കാണ് എത്തുന്നത്. വെൽ ബാലൻസ് ചെയ്യുക, എത്ര കോംപ്ലിക്കേറ്റഡ് ആണോ എത്ര ഡൈവേഴ്സ് ആണോ അത്രയും അതിന് സ്റ്റെബിലിറ്റി കൂടുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ കൂടുതൽ കോംപ്ലിക്കേറ്റഡും കൂടുതൽ ഫുഡ് വെബും ഫുഡ് നെറ്റ്വർക്കുകളും കൂടുതൽ ഇൻ്റർ കണക്ഷൻസും ഒക്കെ ഉണ്ടാകും തോറും അത് കുറച്ച് ബാലൻസ്ഡ് ആവുകയും സ്റ്റേബിൾ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും പ്രോഗ്രസീവ് നോമിനസ് ഓഫ് ഡീകമ്പോസേഴ്സ് കമ്പോണൻറ്റ് ഓഫ് ദി കമ്മ്യൂണിറ്റിക്കും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. ഓക്കെ, ദെൻ ചേഞ്ച് ഇൻ സ്പീഷ്യസ് വിത്ത് പ്രോഗ്രസീവ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സ്പീഷ്യസ് if species in the community. Change in species with the progressive increase in number. ഓക്കെ, ഒരു സ്പീഷ്യസിൻ്റെ നമ്പർ ചിലപ്പോൾ ചേഞ്ച് ചെയ്യാം. ചിലപ്പോൾ ഇതിപ്പോൾ പറഞ്ഞേക്കുന്ന പോയിൻറ്റിനകത്ത് ചില സ്പീഷീസുകൾ ഡോമിനേറ്റ് ആയിട്ട് നമ്പർ ഇൻക്രീസ് ചെയ്യാം. എന്നാലും ഒരു certain ലിമിറ്റിനപ്പുറം പോകില്ല കേട്ടോ. നോക്കുക, ഇപ്പോൾ നമ്മുടെ ഒരു പുതിയ കമ്മ്യൂണിറ്റി വരുമ്പോൾ ഇപ്പോൾ ട്രീ സ്പീഷീസുകൾ അതിൻ്റെ നമ്പർ വളരെ കൂടുതലായിരിക്കും. എന്നാൽ മുമ്പത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ എന്തായിരുന്നു, അതിൽ ഹെർബ് സ്പീഷീസ് ആയിരുന്നു കൂടുതലെങ്കിൽ ഇവിടെ ട്രീ സ്പീഷീസ് ആണ് കൂടുതൽ. ഓക്കെ, അതുപോലെ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റിയും കൂടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി കൂടുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു. ഫുഡ് വെബിൻ്റെ കേസിലൊക്കെ നമ്മൾ പറഞ്ഞെന്താ, ഇപ്പോൾ സിംഹം എന്നൊരു ജീവിക്ക് ആഹരിക്കാനായിട്ട് മാൻ മാത്രമേ ഉള്ളൂ എന്നൊരു കണ്ടീഷനാണെങ്കിൽ എന്താ, മാൻ നശിച്ചു കഴിഞ്ഞാൽ സിംഹവും നശിച്ചു. എന്നാൽ മാൻ പോലെ ഒരു 50 ജീവികളെ സിംഹം ആഹരിക്കുന്നുണ്ടെങ്കിൽ മാൻ നശിച്ചാലും സിംഹത്തിന് ഒന്നും പറ്റില്ല, കമ്മ്യൂണിറ്റിക്ക് കാര്യമായിട്ടൊന്നും പറ്റില്ല. കാരണം അത് മറ്റ് ജീവികളെ ആശ്രയിച്ച് ജീവിക്കുക. അപ്പോൾ എത്രത്തോളം ബയോഡൈവേഴ്സ് ആവുന്നു അത്രത്തോളം സ്റ്റേബിൾ ആയിരിക്കും നമ്മുടെ എക്കോസിസ്റ്റം എന്ന് മനസ്സിലാക്കുക. സോ ഇങ്ങനെ ഒരു സക്സഷൻ നടക്കുന്നതുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അതിൻ്റെ ട്രെൻഡാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താ, സ്പീഷ്യസ് ഡൈവേഴ്സിറ്റിയും സക്സഷനോടെ കൂടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കൂടുതൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് കമ്മ്യൂണിറ്റി അവിടെ വരുന്നു എന്ന് പറയുമ്പോൾ എന്താ, കുറച്ചുകൂടെ ഡൈവേഴ്സായ കമ്മ്യൂണിറ്റിയും കൂടെയാണ് വരുന്നത് എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, then shift in the community metabolism with increase in net production and corresponding increase in the respiration. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ മെറ്റാബോളിസം മാറുകയാണ്. ഇപ്പോൾ നെറ്റ് പ്രൊഡക്ഷൻ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു പുല്ലൊക്കെ ആയിരുന്നു ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഇതിനിടയ്ക്കുള്ള ഒരു കമ്മ്യൂണിറ്റി മൊത്തം പുല്ലായിരുന്നു. അപ്പോൾ പുല്ലുകളുടെ ഒരു പ്രൊഡക്ഷനെ കഴിഞ്ഞാൽ കൂടുതൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെറ്റ് പ്രൊഡക്ഷനെ കഴിഞ്ഞാൽ കൂടുതലായിരിക്കും ഒരു ഫോറസ്റ്റ് ആയിട്ട് വരുന്നതിൻ്റെ നെറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു ഇൻക്രീസ് വരാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ ഫോറസ്റ്റ് എക്കോസിസ്റ്റം ഒക്കെയാണ് കുറച്ചുകൂടെ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയാവുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുക. അപ്പോൾ ഒരു ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുല്ലുകൾ നിറഞ്ഞൊരു സ്ഥലത്ത് വീണ്ടും മരങ്ങളൊക്കെ വന്ന് അവർ ഫോറസ്റ്റായി മാറുമ്പോൾ എവിടെ എന്താണ് നമ്മുടെ നെറ്റ് പ്രൊഡക്ഷൻ, അതായത് ഫുഡിൻ്റെ ക്യാപ്ചറിങ് അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ ക്യാപ്ചറിങ്ങും ഫുഡ് പ്രൊഡക്ഷനും കുറച്ച് കൂടുകയാണ്. അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ റെസ്പിറേഷൻ അതായത് കുറച്ച് എഫിഷ്യൻ്റ് ആവുക. അപ്പോൾ ഈ പറഞ്ഞ ട്രെൻഡുകളെല്ലാം നിങ്ങൾ ഒറ്റ സെൻസിൽ മനസ്സിലാക്കുക. നമ്മുടെ ഓരോ സക്സസീവ് സ്റ്റേജ് കഴിയും തോറും നമ്മുടെ ഫൈനലായിട്ട് വരാൻ പോകുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വെൽ അഡാപ്റ്റഡ് ആയിട്ടുള്ള വെൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വെൽ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി വരണമെങ്കിലോ ഒരു വെൽ സ്റ്റേബിൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും വേണം. അപ്പോൾ നമ്മളിത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഒരു വെൽ സ്റ്റേബിൾഡ് കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ്, ഒരുപാട് ഇൻ്റർ കണക്ഷൻസ് വേണം. അബയോട്ടിക്കുമായിട്ടും ബയോട്ടിക്കുമായിട്ടുള്ള കമ്പോണൻസ് തമ്മിൽ ഒരുപാട് ഇൻ്റർ കണക്ഷൻസും ഫുഡ് വെബുകൾ വേണം. അതുപോലെ വെൽ ബയോഡൈവേഴ്സ് ആയിരിക്കണം, ബയോമാസ് ഉണ്ടായിരിക്കണമെന്നും ഡീകമ്പോസർ സിസ്റ്റം അഡ്വാൻസ് ആയിരിക്കണമെന്നും അതുപോലെ അതിൻ്റെ നെറ്റ് പ്രൊഡക്ഷൻ അതിൻ്റെ യൂസിനേക്കാളും കുറവായിരിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതൊക്കെ എന്താണ്, ഒരു വെൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയുടെ ഗുണങ്ങളാണ്. സോ എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു തരിശ് ഭൂമിയിൽ നിന്നും നല്ല അഡ്വാൻസ്ഡ് ആയിട്ടൊരു കമ്മ്യൂണിറ്റിയിലേക്ക് വരികയാണ്. അപ്പോൾ ആ വരുമ്പോൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളും സ്വാഭാവികമായിട്ടും ആ കൂടെ തന്നെ സംഭവിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അത് കുറച്ചുകൂടെ ഫുഡ് ചെയിൻസൊക്കെ കുറച്ചുകൂടെ ഹെട്രോജീനസ് ആവും. അപ്പോൾ ഹോമോജീനസ് ആയി കഴിഞ്ഞുള്ള പ്രശ്നം നമ്മൾ പറഞ്ഞു. ഒരു ജീവി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അതിനെ ആശ്രയിക്കുന്ന ജീവിവർഗം തന്നെ ഇല്ലാണ്ടായിപ്പോകും. എന്നാൽ ഒരു ജീവി ഇല്ലെങ്കിലും മറ്റൊരു ജീവിനെ ഡിപ്പെൻഡ് ചെയ്യാമെങ്കിൽ ആ ജീവിവർഗത്തിന് പ്രത്യേകിച്ചൊന്നും പറ്റില്ല.
അല്ലേ, സിംഹത്തിൻ്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എന്ന രീതിയിൽ ഗുണങ്ങൾ എന്തൊക്കെ ഫീച്ചറുകളാണോ ഒരു നല്ല എക്കോസിസ്റ്റത്തിനെ വെൽ സ്റ്റേബിളായിട്ട് നിലനിർത്തുന്നത്, ആ ഗുണങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ കൂടെ ഇൻക്രീസ് ചെയ്തു വരുന്നു. സക്സസീവ് ഓരോ സ്റ്റേജ് കഴിയുന്തോറും, ഓരോ കമ്മ്യൂണിറ്റി വരുന്തോറും ആ ഗുണങ്ങളും ആ കൂടെ തന്നെ ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ ഇതേപ്പറ്റി സംഭവിക്കുന്ന കുറച്ച് ടേംസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന എക്കോളജി സക്സഷനിൽ കുറച്ച് മനസ്സിലാക്കുന്ന ടേംസിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ കമ്മ്യൂണിറ്റി വരുന്നു, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അതിനെ ഒരു ഓവർകം ചെയ്തുകൊണ്ട് കുറച്ച് ഡോമിനേറ്റ് ആയിട്ടുള്ള മറ്റൊരു കമ്മ്യൂണിറ്റി വരും. പിന്നീട് അതിനെ ഡോമിനേറ്റ് ചെയ്തിട്ട് മറ്റൊരു കമ്മ്യൂണിറ്റി വരും. ഇങ്ങനത്തെ ഒരു സക്സസ് സ്റ്റേജിലാണല്ലോ നടക്കുന്നത്. സോ അങ്ങനെ വരുന്ന ഓരോ സ്റ്റേജിലും വരുന്നൊരു കമ്മ്യൂണിറ്റി കുറച്ച് കാലം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി വന്നു, അതൊന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ട് നിൽക്കുന്ന ഒരു കുറച്ച് സമയമുണ്ട്. അതിന് ശേഷമാണ് മറ്റൊരു കമ്മ്യൂണിറ്റിയിലേക്ക് വരിക. അതും വന്നിട്ടൊരു ഡോമിനേറ്റ് സ്പീഷീസൊക്കെ ആയിട്ട് കുറച്ച് നാളെ വലിയ എസ്റ്റാബ്ലിഷ്ഡ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും. ആ നിൽക്കുന്നൊരു പീരീഡ്, അങ്ങനെ നിൽക്കുന്നൊരു സമയം, ആ ഒരു സമയത്തിനെ നമ്മളെന്താണ് ഈ ഒരു കമ്മ്യൂണിറ്റി ബയോസെറ എന്നാണ് വിളിക്കാറ്. ബയോസെറ അല്ലെങ്കിൽ വെറുതെ സെറ എന്നും വിളിക്കാറുണ്ട്, ഹൈഡ്രോസെറ. അങ്ങനെ അതായത് ഈ ഒരു സക്സസീവ് സ്റ്റേജ്, ഓരോ സ്റ്റേജിനെ നമ്മൾ ജസ്റ്റ് സെറ എന്ന് ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ ജെയിംസ് പിന്നെ ഇതിനകത്ത് പറയുന്നതാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ പറഞ്ഞില്ലേ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കിട്ടുന്ന സിനിമയുടെ ക്ലൈമാക്സ് പോലെ ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല വെൽ സ്റ്റേബിളായിട്ട് കുറച്ച് നാൾ അങ്ങനെ തന്നെ വെൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ആ ടൈപ്പ് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ജനറലി പറയുന്നത് ഇറ്റ്സ് എ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ദെൻ പയനിയർ സ്പീഷീസ് എന്ന് പറഞ്ഞു, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ബെയർ ലാൻഡിൽ നിന്നും ആദ്യം ഒരു ജീവി വരും, അത് എസ്റ്റാബ്ലിഷ് ആവും, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ജീവജാലങ്ങളൊക്കെ വരുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്ത ഡോമിനേറ്റ് ചെയ്തൊരു കമ്മ്യൂണിറ്റി വരുന്നു, അങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏറ്റവും ആദ്യം ഒരു ബെയർ ലാൻഡിൽ ഏറ്റവും ഫസ്റ്റ് വന്ന് ജീവിക്കുന്ന ജീവി ഏതാണോ ആ ജീവിനെയാണ് നമ്മൾ പയനിയർ സ്പീഷ്യസ് എന്ന് പറയും. ഓക്കെ, പയനിയർ സ്പീഷ്യസ് എന്ന് പറയും. അതുപോലെ പയനിയർ സ്പീഷ്യസ് വന്ന് അവിടെ എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷം പിന്നീട് വരുന്ന സ്പീഷ്യസുകൾ, പിന്നീട് അതിലേക്ക് എത്തിപ്പെടുന്ന സ്പീഷ്യസുകളെ എമേർജിങ് സ്പീഷ്യസുകളാണെന്ന് പറയുന്നത്. എമേർജിങ് സ്പീഷ്യസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളിവിടെ കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നിലേറെ സ്പീഷ്യസുകൾ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റേജായി, ആ സ്റ്റേജിനകത്ത് കുറേ സ്പീഷ്യസുകളുണ്ട്. അതിലേതെങ്കിലും ഒരു സ്പീഷ്യസ് അവിടെ വളരെ ഡോമിനൻ്റ് ആയിരിക്കും, ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ആ ഒരു പർട്ടിക്കുലർ സ്പീഷ്യസ് ആയിരിക്കും. അങ്ങനെയുള്ള സ്പീഷ്യസുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്കോളജിക്കൽ ഡോമിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ബയോസീറ എന്നാണ്, ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ആണ്, പയനിയർ സ്പീഷ്യസ് എന്നാണ്, എമർജിങ് സ്പീഷ്യസ് ആണ്, ഇക്കോളജിക്കൽ ഡോമിനൻസ്. ഇതൊക്കെ എന്താണെന്ന് അത് നമ്മൾ സക്സഷൻ പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ടേംസ് ആണ്. അതെന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ചില കേസിൽ ഇൻ സം ഇൻസ്റ്റൻസ് എ സെറിയൽ കമ്മ്യൂണിറ്റി മേ റിമെയിൻ നിയർലി സ്റ്റേബിൾ ഫോർ എ കൺസിഡറബിളി ലോങ് പീരിയഡ്. സച്ച് സെറിയൽ കമ്മ്യൂണിറ്റി ഈസ് കോൾഡ് അറസ്റ്റഡ് ക്ലൈമാക്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞത്. ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി സ്റ്റേബിൾ ആയിരിക്കണം, മോർ ഓർ ലെസ് സ്റ്റേബിൾ ആയിരിക്കണം. അങ്ങനെ കാലങ്ങളോളം പോകുന്നില്ല, എന്നാലും കമ്പാരിറ്റീവ്ലി ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് നമ്മൾ പറയുന്നത് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചില സെറ, അതായത് നമ്മുടെ ഓരോ സ്റ്റേജിനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഓരോ സ്റ്റെപ്പ് കമ്മ്യൂണിറ്റികളുണ്ട്, അതിനെ നമ്മൾ സെറ എന്ന് പറയുന്നതെന്ന് പറയും. അപ്പോൾ ചില സെറേസ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ചധികം നാൾ നിൽക്കും, നോർമലി അതിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ച് അധികം നാൾ നിൽക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ അഡ്വാൻസ് ആയിട്ടുള്ള ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി വരാൻ കുറച്ച് ലേറ്റ് ആവും. സംഭവം മനസ്സിലാവുമെന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഇപ്പോൾ ഫുള്ളൊരു ഡെൻസ് ഫോറസ്റ്റ് ആണ്, ഒരു കൊടും കാടാണ് ഏറ്റവും അവസാനമായിട്ട് വരേണ്ടത്. ഈ കൊടും കാട് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ചെറിയൊരു കാടൊക്കെ പോലത്തെ ഒരു കണ്ടീഷൻ, ആ കണ്ടീഷൻ ആയതിനു ശേഷം ആ ഒരു പർട്ടിക്കുലർ സെറയെ ചേഞ്ചസ് വരാതെ കുറച്ചധികം നാളിങ്ങനെ നീക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സ്റ്റേജിൽ നമ്മൾ അറസ്റ്റഡ് ക്ലൈമാക്സ് എന്നാണ് പറയുന്നത്. അതായത് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി വരുന്നില്ല, അതിന് തൊട്ട് മുമ്പത്തെ സ്റ്റേജിൽ ഇത് കുറച്ച് നാൾ പ്രൊലോങ്ഡ് പീരീഡായിട്ട് ഇങ്ങനെ തുടരുന്നു. എന്നാൽ അത് ഒരുപാട് നാളൊന്നും ഇങ്ങനെ നിൽക്കുകയൊന്നുമല്ല, അതിന് ശേഷം സ്വാഭാവികമായിട്ടും വീണ്ടും നമ്മുടെ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി അവിടെ വരിക തന്നെ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനെ സബ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്നും വിളിക്കാറുണ്ട്. അതുപോലെ അറസ്റ്റഡ് ക്ലൈമാക്സ് എന്നും പറയാറുണ്ട്. നോക്കുക. ഓക്കെ, ആ ഒരു സെറിയൽ കമ്മ്യൂണിറ്റി അറസ്റ്റഡ് ക്ലൈമാക്സ് എന്നും, അത് ഒരു ഒറ്റ സ്റ്റേജിന് മുമ്പാണ്, നമ്മുടെ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി വരുന്ന ഒറ്റ സ്റ്റേജ് മുമ്പാണ്. അതുകൊണ്ട് സബ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്നും പറയാറുണ്ട്. സബ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ ഈ പറഞ്ഞു ഈ സെറ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ അറ്റ് എ ടൈം ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബയോസെറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ബയോസെറേനെ
നമ്മൾ പല പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്ത് ഹാബിറ്റാറ്റാണ് എന്നതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഹൈഡ്രോസെറൈ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ളൊരു കമ്മ്യൂണിറ്റി എന്ന രീതിയിലാണ് നമ്മൾ ഹൈഡ്രോസെറൈനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഹൈഡ്രോസെറൈ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ള കമ്മ്യൂണിറ്റി. നിങ്ങൾ മനസ്സിലാക്കുക, എക്കോളജിക്കൽ സക്സഷൻ്റെ ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡിൽ ഉള്ള ഒരു കമ്മ്യൂണിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് സെറൈ എന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു പോണ്ട് എക്കോസിസ്റ്റം എടുത്തു, അത് വീണ്ടും സക്സഷൻ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. അത് ഭാവിയിൽ ഒരു കാടായിട്ട് മാറേണ്ടതായിരിക്കും ആ കുളം. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ ആ കുളം നോക്കുകയാണെങ്കിൽ ആ കുളത്തിൽ കുറച്ച് ജീവജാലങ്ങളൊക്കെ കൂടിയിട്ടൊരു ഒരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടാവും. ആ ഒരു കമ്മ്യൂണിറ്റീനെ, ആ ഒരു സെറൈനെ നമ്മൾ ഹൈഡ്രോസെറൈ എന്ന് വിളിക്കും. കാരണം അത് വെള്ളമായതുകൊണ്ട്. ഓക്കെ, ഹൈഡ്രോസെറൈ എന്നിങ്ങനെ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ മീസോസെറൈ ഉണ്ട്. മീസോസെറൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് റീജിയനിലുണ്ടാകുന്നതാണ്. അതുപോലെ സീറോസെറൈ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു രീതിയിൽ ഏതാണോ ഹാബിറ്റാറ്റ് എന്നനുസരിച്ച് നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതും, അതുപോലെ തന്നെ ഏത് ഫോഴ്സ് അല്ലെങ്കിൽ എന്ത് ശക്തികൾ കൊണ്ടാണോ അവിടെ അങ്ങനെ ഒരു സെറ രൂപപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നോക്കുക, ഒരു മണ്ണിടിച്ചിലുണ്ടായി, ഒരു ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിട്ട് ഒരു ബെയർ ലാൻഡ് വന്നു. ആ ബെയർ ലാൻഡിൽ ഇതുപോലെ ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെട്ടു എന്ന് വിചാരിക്കുക. സോ അപ്പോൾ അവിടെ ഒരു ജിയോളജിക്കലായിട്ടുള്ള ഒരു മാറ്റം, അങ്ങനത്തെ ഒരു സംഭവം കൊണ്ട്, അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ്, ഒരു ഡിസാസ്റ്റർ കൊണ്ടാണ് മാറ്റം വന്നിരിക്കുന്നത്. അതുപോലെ ക്ലൈമറ്റ് കൊണ്ട്, ഇപ്പോൾ ക്ലൈമറ്റ്, വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ, അങ്ങനത്തെ പല ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട്. ഇനി ബയോട്ടിക്, ഹ്യൂമൻ ഇൻവേഷൻ, നമ്മൾ തന്നെ ഒരു കാട് മുഴുവൻ വെട്ടി നശിപ്പിച്ചു, അത് പിന്നീട് വീണ്ടും സക്സഷൻ കൊണ്ടൊരു കാടായി മാറുന്നു. അപ്പോൾ അങ്ങനെ പല പല ഫാക്ടറികൾ കൊണ്ടും ഇതുപോലെ ഓരോ കമ്മ്യൂണിറ്റികൾ ഫോം ചെയ്യാം, പല പല സെറേഴ്സ് ഉണ്ടാകും. സോ അതിൻ്റെ ബേസിൽ ഏത് ഫോഴ്സ് മൂലമാണോ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റികൾ ഉണ്ടാകുന്നത് എന്നതിൻ്റെ ബേസിൽ നമ്മൾ ആ സെറകളെ പല പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഹാബിറ്റാറ്റിൻ്റെ പേര് തിരിച്ചിട്ടുണ്ട്, ഹൈഡ്രോസെറ എന്നൊക്കെ. അതല്ല, ഏത് ഫോഴ്സ് മൂലമാണോ ഉണ്ടാകുന്നത് എന്നതിൻ്റെ പേരിലും നമ്മൾ കുറച്ച് ഡിഫറെൻറ്റ് സെറേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് ബയോസെറൈ, ക്ലൈസെറൈ, ഇയോസെറൈസ് ആൻഡ് ജിയോസെറൈസ്. ബയോസെറൈ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ബയോട്ടിക് ഫോഴ്സസ്. അതായത് ഇപ്പോൾ മനുഷ്യനാണ് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയുന്നത്. മനുഷ്യൻ പോയിട്ട് നശിപ്പിക്കുന്നു ഒരു എക്കോസിസ്റ്റം. നമ്മുടെ കാവ് ഒരു എക്കോസിസ്റ്റമാണ്, അത് മുഴുവൻ വെട്ടി നശിപ്പിക്കുന്നു. ഓക്കെ, അതിനുശേഷം അവിടെ പുതിയൊരു ക്ലൈമാക്സ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ക്ലൈമാക്സ് അല്ല, പുതിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാകും. ആ പുതിയ കമ്മ്യൂണിറ്റി ഉണ്ടാവാനായിട്ടുണ്ടായ ഫോഴ്സ് ഒരു ബയോട്ടിക് ഫോഴ്സ്, ഹ്യൂമൻ ഇൻവേഷൻ കൊണ്ടാണ് പുതിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവാൻ കാരണമായത്. സോ അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ തന്നെ നട്ടുപിടിപ്പിക്കുന്നു വെച്ചിട്ട് നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് ഉണ്ടാക്കുകയാണ്. സോ അതൊരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റി ഉണ്ടാവാനുണ്ടായ ഫോഴ്സ് ഒരു ഹ്യൂമൻ ഇൻവേഷനാണ്. സോ അങ്ങനെയുള്ളതിനെ നമ്മൾ ബയോസെറൈ എന്ന് പറയും. അതിപ്പോൾ ക്ലൈമറ്റിക് ചേഞ്ച് കൊണ്ടാണെങ്കിൽ ക്ലൈസെറൈ എന്ന് പറയാറുണ്ട്. ഓക്കെ, ക്ലൈസെറൈ ക്ലൈമറ്റിക് ചേഞ്ച് കൊണ്ട്, വെള്ളപ്പൊക്കം കൊണ്ട് നശിച്ചു, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം കൊണ്ട് പുതിയൊരു കമ്മ്യൂണിറ്റി അവിടെ രൂപപ്പെട്ടു വന്നു. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലൈസെറൈ, ഇയോസെറൈ, അതോ ഫിസിയോഗ്രാഫിക് അല്ലെങ്കിൽ ജിയോഗ്രാഫിക് നേച്ചർ, അതൊക്കെ അനുസരിച്ച് അതിൻ്റെ ജിയോഗ്രാഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഈ സെറൈൻ അതൊരു ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമായിട്ട് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് പറയുന്നുള്ളൂ. ബേസിക്കലി സെറൈ എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം, ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ ഒരു സ്ഥലത്ത് കാണപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റീനെയാണ് നമ്മൾ ജനറലി സെറൈ, ബയോസെറൈ എന്ന് വിളിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ എമർജിങ് സ്പീഷീസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ഇപ്പോൾ പറഞ്ഞിട്ടൊരു ഇൻട്രഡക്ഷൻ ലെവലിൽ എടുത്താൽ മതി. നമ്മുടെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ സക്സഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. സോ സക്സഷൻ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് സ്ഥലങ്ങളിൽ നടക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു ബെയർ ലാൻഡ്, നമ്മളൊരു കുന്നും പുറത്ത് നടക്കുന്നു, അല്ലെങ്കിൽ അത് വെള്ളത്തിൽ നടക്കാം, കടലിൽ നടക്കാം, അങ്ങനെ പല സ്ഥലങ്ങളിലും സക്സഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ പല എക്കോസിസ്റ്റംസും ഫോം ചെയ്യുന്ന പല സ്ഥലത്തു നിന്നാണ്. സോ അതിനെല്ലാം കുറച്ച് ജനറൽ ആയിട്ടുള്ള സക്സസീവ് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ സ്റ്റെപ്പുകളൊക്കെ എനിക്ക് എസ്ഐക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കേട്ടോ. ബേസിക്കലി പറഞ്ഞാലൊന്നുമില്ല, എന്നാൽ കുറച്ചധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിമ്പിൾ കാര്യമാണ്. ഓക്കെ, അതിൻ്റെ സ്റ്റെപ്പുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ന്യൂഡേഷൻ എന്ന സ്റ്റെപ്പാണ്. പിന്നെ ഇന്നോവേഷൻ, എക്കസിസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എസ്എസിസ് അല്ലെങ്കിൽ എക്കസിസ്, അഗ്രിഗേഷൻ, റിയാക്ഷൻ, കോമ്പറ്റീഷൻ, കോയാക്ഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ. ഇതാണ് മേജറായിട്ടും ഒരു ഇക്കോളജിക്കൽ സക്സഷൻ്റെ 8 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്കൊരു ഹൈഡ്രോസെറൈ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, സോ ന്യൂഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളി ഇറ്റ്സ് എ ഫോർമേഷൻ ഓഫ് എ ബെയർ ലാൻഡ്. നമ്മൾ പറഞ്ഞൊരു ബെയർ ലാൻഡ്, ഒരു തരിശ് ഭൂമി,
ഒരു തരിശ് ഭൂമിയിൽ നിന്നാണ് എന്തുണ്ടാകുന്നതെന്ന് പറഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു കാടായിട്ടോ അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റം ഫോം ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തരിശ് ഭൂമി ആദ്യം ഉണ്ടാവണ്ടേ. ആ ഒരു തരിശ് ഭൂമി എങ്ങനെ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ആ തരിശ് ഭൂമി ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫോർമേഷനെയാണ് നമ്മൾ ന്യൂഡേഷൻ എന്ന് പറയുന്നത്. ന്യൂഡേഷൻ എന്നുള്ള ഫസ്റ്റ് വാക്കുകൊണ്ട് ചോദിക്കുന്നത്. ഓക്കെ, നോക്കുക. അപ്പോൾ പല രീതിയിൽ വരാം. നമ്മളിപ്പോൾ പറഞ്ഞ പല ഫാക്ടർ കൊണ്ട്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലൈമറ്റിക് ഫാക്ടർ പറഞ്ഞു അല്ലേ, അതുപോലെ ടോപ്പോഗ്രാഫിക് ഫാക്ടേഴ്സ് വരാം. ക്ലൈമറ്റിക് ഫാക്ടർ എന്താ, ബയോട്ടിക്കായിട്ട്, എബയോട്ടിക്കായിട്ട്, അല്ലെങ്കിൽ ആന്ത്രപ്പോജനിക്കായിട്ട് പല രീതിയിലുള്ള ഫാക്ടറുകളുണ്ട്. ക്ലൈമറ്റിക് ഫാക്ടർ നമ്മളിപ്പോൾ പറഞ്ഞ എന്താ, ഫ്ലഡ് പറയാം, ക്ലൈമറ്റിക് ഫാക്ടറാണ് അല്ലേ. അതുപോലെ ബയോട്ടിക്, എബയോട്ടിക്. ബയോട്ടിക് ഫാക്ടറിലെ ആന്ത്രപ്പോജനിക് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ, നമ്മുടെ മനുഷ്യൻ്റെ ഇതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലം മുഴുവൻ നമ്മൾ നശിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു ഒരു കമ്പനി, ഒരു ഇൻഡസ്ട്രി തുടങ്ങി, അതിൻ്റെ വേസ്റ്റും പൊല്യൂഷനും കാരണം എക്കോസിസ്റ്റം കംപ്ലീറ്റ്ലി നശിച്ചു പോയി. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ആക്ടിവിറ്റികൾ കൊണ്ട് നമുക്കൊരു ബെയർ ലാൻഡ് ഉണ്ടാവും. അപ്പോൾ ആ ബെയർ ഉണ്ടാകുന്ന ഫോർമേഷൻ നമ്മൾ എന്ത് പറയുന്നു, ന്യൂഡേഷൻ എന്ന് പറയും. അതുപോലെ പല എക്കോളജിക്കൽ ഡിസാസ്റ്ററുകളും ബെയർ ലാൻഡുകൾ ഉണ്ടാകാൻ കാരണമാണ്. ഇപ്പോൾ വോൾക്കാനിക് ഇറപ്ഷൻ കൊണ്ടോ, അല്ലെങ്കിൽ ഫ്ലഡ് കൊണ്ട്, അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് കൊണ്ട്, ഡ്രോട്ട് കൊണ്ട്, കാട്ടുതീ കൊണ്ട്, അതുപോലെ കൊടുങ്കാറ്റ്, പേമാരി, അങ്ങനെ പല 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 കാരണങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന പല ഡിസാസ്റ്ററുകളും ബെയർ ലാൻഡുകൾ ഫോം ചെയ്യാനായിട്ട് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അങ്ങനെ ഒരുപാട് റീസൺസ് നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് കാരണം കൊണ്ടാവട്ടെ, ബയോട്ടിക്കായിട്ടും എബയോട്ടിക്കായിട്ടും ക്ലൈമറ്റിക്കായിട്ട് ടോപ്പോജിയോഗ്രാഫിക്കായിട്ട് ആന്ത്രപ്പോജനിക്കായിട്ട് ഇങ്ങനെ പല പല രീതിയിലുണ്ടാകുന്ന പല ഫാക്ടറുകൾ കൊണ്ട് ഒരു സ്ഥലം ഒരു ബെയർ ലാൻഡായി മാറുന്ന പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂഡേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു ബെയർ ലാൻഡ് ഉണ്ടായി. ഇനി നടക്കുന്ന പ്രോസസ്സ് എന്താണ്, ഇൻവേഷനാണ്. അവിടെ ആദ്യം ഒരു കമ്മ്യൂണിറ്റി തുടങ്ങണമല്ലോ. അപ്പോൾ ആദ്യം ഒരു കമ്മ്യൂണിറ്റി തുടങ്ങി ഏറ്റവും ആദ്യം ഒരു സ്പീഷ്യസ്, ഒരു ജീവി വരുമായിരിക്കും. അതിനുശേഷമാണ് അതിൻ്റെ കൂടെ കുറച്ച് ജീവികളൊക്കെ വന്നിട്ട് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഫോം ചെയ്യുന്നത്. സോ ഇൻവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് ദ വേർഡ് റിസംബിൾസ് ഇമിഗ്രേഷൻ ഓഫ് സ്പീഷ്യസ് ടു ദ ബെയർ ആർ ഫ്രം അറൗണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു തരിശ് നിലമുണ്ട്, ഇനി അവിടെ ഒരു എക്കോസിസ്റ്റം ഫോം ചെയ്യണം. എക്കോസിസ്റ്റം ഫോം ചെയ്യാനായിട്ട് ആദ്യം അതിന് ചുറ്റുമുള്ള ഏതെങ്കിലും എക്കോസിസ്റ്റത്തിൽ നിന്ന് എന്തെങ്കിലും സ്പോറുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പീഷ്യസിൻ്റെ വിത്തുകളോ ഒക്കെ അവിടെ വന്ന് വീഴും അല്ലേ. അവിടെ വന്ന് വീണിട്ട് അവിടെ ഗ്രോ ചെയ്യുന്നു. സോ ആ വന്ന് ചേരുന്ന പ്രോസസ്സ് ചുറ്റുമുള്ള എക്കോസിസ്റ്റത്തിന് വരെ ചുറ്റുമുള്ള കമ്മ്യൂണിറ്റികളിൽ നിന്നൊക്കെ നമ്മുടെ ബെയർ ലാൻഡിലേക്ക് സ്പോറുകളോ അല്ലെങ്കിൽ സ്പീഷ്യസുകളുടെ സീഡുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ സ്പീഷ്യസുകളോ, ചിലപ്പോൾ സ്പീഷ്യസുകൾ തന്നെ ഇമിഗ്രേറ്റ് ചെയ്ത് വരാം. അങ്ങനെയുള്ള ഇമിഗ്രേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വേർഡ് എന്താണ്, എക്കസിസ് എന്ന് പറയുന്നത്. എക്കസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഇൻവേഡ് ചെയ്ത് വന്ന ഒരു സ്പീഷ്യസ് ഉണ്ടല്ലോ, ആ സ്പീഷ്യസുകൾ അവിടെ നന്നായിട്ട് ഗ്രോ ചെയ്ത് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നു. ഓക്കെ, ആ ഒരു ബെയർ ഏരിയയിൽ അത് ഗ്രോ ചെയ്ത് വെൽ എസ്റ്റാബ്ലിഷ് ആകുന്നു. ആ വെൽ എസ്റ്റാബ്ലിഷ് ആവുന്ന പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് എക്കസിസ് എന്ന് പറഞ്ഞാൽ. എക്കസിസ് രണ്ട് രീതിയിലാണ് മെയിനായിട്ട് നടക്കുന്നത്. ഒന്ന് അക്ലിമറ്റൈസേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ. അക്ലിമറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥ അല്ലേ, അവിടുത്തെ ഒരു പെർട്ടിക്കുലർ കാലാവസ്ഥയുണ്ട്, ആ ഒരു കാലാവസ്ഥയോട് പൊരുത്തപ്പെടുക. ഇപ്പം ടിഷ്യൂ കൾച്ചറൊക്കെ പഠിക്കുന്ന കാര്യമാണ് അക്ലിമറ്റൈസേഷൻ എന്നുള്ള വാക്ക്. സോ അവിടുത്തെ ആ ഒരു എൻവയോൺമെൻറ്റ് എങ്ങനെയാണോ അതിനോട് പൊരുത്തപ്പെടുന്നു, അതുപോലെ അതിനോട് അഡാപ്റ്റഡ് ആവുന്നു. അതിനോട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ള ശേഷി ആ ഒരു പുതിയതായിട്ട് വന്ന സ്പീഷ്യസിനോ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിക്കോ ഉണ്ടാവുന്നു. സോ ആദ്യം ബെയർ ലാൻഡ് ഫോം ചെയ്യുന്നു, അവിടേക്ക് ഇൻവേഷൻ വഴിക്ക് മൈഗ്രേഷനോ ഡിസ്പേഴ്സലോ ഒക്കെ കൊണ്ട് സീഡുകളോ അതുപോലെ ജീവജാലങ്ങളോ ഒക്കെ അങ്ങോട്ട് വരുന്നു. അവരവിടെ ഗ്രോ ചെയ്ത് വെൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ഗ്രോ ചെയ്യുന്നു, ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന രീതിയിൽ വെൽ എസ്റ്റാബ്ലിഷ് ആകുന്നു. ഓക്കെ, വെൽ എസ്റ്റാബ്ലിഷ് ആകുന്ന എങ്ങനെയാണ്, എക്കസിസ് എന്നുള്ള പ്രോസസ് കൊണ്ടാണ്. അത് മെയിൻലി അക്ലിമറ്റൈസേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ വഴി അത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നു. ദെൻ അഗ്രിഗേഷൻ. അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എണ്ണം കൂടുന്നു. ഇപ്പോൾ ആ വന്ന സ്പീഷ്യസുകൾ കണ്ടിന്യൂസ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ എണ്ണം വല്ലാണ്ട് ക്രൗഡഡ് ആകുന്നു. അതിപ്പോൾ മൃഗങ്ങളാവാം പ്ലാന്റ്സും ആവാം, എന്താണെങ്കിലും റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് ധാരാളം അതിൻ്റെ എണ്ണം, അതിൻ്റെ പോപ്പുലേഷൻ വളരെയധികം കൂടുന്നു. അങ്ങനത്തെ പല പോപ്പുലേഷൻ്റെ കൂട്ടമാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ ഓരോ ജീവികൾ അവിടെ വന്നു ചേർന്ന ജീവികളെല്ലാം അതിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടുന്നു, ആ പോപ്പുലേഷൻ വല്ലാണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. എങ്ങനെയാണ്, മെയിൻലി റീപ്രൊഡക്ഷൻ വഴി. അപ്പോൾ അങ്ങനെ ഒരു ക്രൗഡിങ്, അങ്ങനെ ഒരു കൂട്ടം ചേരുന്നതിനാണ് അഗ്രിഗേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അഗ്രിഗേഷൻ, അതുപോലെ റിയാക്ഷൻ. അഗ്രിഗേഷൻ, റിയാക്ഷൻ. ഓക്കെ, റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
റിയാക്ഷൻ ഇസ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് ദെയർ എൻവയോൺമെൻറ്റ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഓർഗാനിസം എല്ലാം കൂടെ എല്ലാം എന്താണ് അതിൻ്റെ എൻവയോൺമെൻറ്റ്. നമ്മുടെ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഹാബിറ്റാറ്റിലാണ് ജീവിക്കുന്നത്, ആ ജീവിക്കുന്ന എൻവയോൺമെൻറ്റുമായിട്ട് അത് ഇൻട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് കുറേ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാം, നമ്മുടെ എൻവയോൺമെൻറ്റ് ചേഞ്ചസ് ഉണ്ടാവാം. ഇപ്പോൾ എന്താ ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് നമ്മൾ ഓർക്കുക കുറച്ച് മാൻ വന്നു. ഓക്കെ, ആ മാൻ വന്നു കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ബയോട്ടിക്കും എൻവയോൺമെൻറ്റ് അവിടെ ഇപ്പോൾ അവരുടെ ഒരു നേച്ചർ അനുസരിച്ചിട്ട് ഇവർ വെള്ളം കുടിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു തീരദേശത്തെ മണ്ണിന് കുറച്ച് ഇളക്കം വരുന്നു. അതുപോലെ ഇവരുടെ എക്സ്ക്രീഷനൊക്കെ വീണ്ടും അവിടുത്തെ ന്യൂട്രിയൻ കണ്ടൻറ്റ് കൂടുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം, ഒരു എൻവയോൺമെൻറ്റ് ചേഞ്ച് ഈ ഇൻവേഡ് ചെയ്തു വന്ന സ്പീഷീസിനെ കൊണ്ട് ചെയ്യുന്നു. ആ ഒരു മാറ്റം പുതിയതായിട്ട് വരുന്ന ഒരു സ്പീഷീസിനും അവിടെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് അടുത്തൊരു എമേർജിങ് സ്പീഷീസ്, ഒരു സ്പീഷീസ് പുതിയതായിട്ട് അവിടെ വരുന്നു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി, ഇപ്പോൾ വെറുതെ ഒരു സിമ്പിളായിട്ട് പറയും, ഇപ്പോൾ ഒരു ആന എന്ന് പറയുന്നത്, ആന അവിടേക്ക് ഇൻവേസ് ചെയ്ത് വരുന്നു. ഇൻവേസ് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താ ആനയുടെ എക്സ്ക്രീഷൻ, ആനപ്പിണ്ടം എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ കൗഡങ്കിൽ മാത്രം സ്പെഷ്യലായിട്ട് വളരുന്ന ഫംഗസുകളുണ്ട്. പെസൈസ പോലുള്ള ഫംഗസുകൾ കൗഡങ്കിൽ മാത്രം വളരുന്നതാണ്. സോ അവർ വന്നുകൊണ്ട് അവിടെ എന്താ കൗഡങ്ങിന് ഇളവുണ്ടായി. സോ അവിടെ പെസൈസ വരുന്നു. പെസൈസ വരുമ്പോഴത്തേക്കും പെസൈസേനെ പാരസൈറ്റ് ചെയ്യുന്ന ചില പാരസൈറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു ജീവി വരുമ്പം അത് അതിൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് നടത്തുന്ന റിയാക്ഷൻ കൊണ്ട് ഇനി ഒരു എമേർജിങ് സ്പീഷീസ്, ഒരു പുതിയ സ്പീഷീസ് അവിടേക്ക് കടന്നു വരുവാണ്. അങ്ങനെ ഒരു സ്പീഷീസ് വരുമ്പോൾ അതവിടെ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കൊണ്ട് വീണ്ടും പുതിയ സ്പീഷീസുകൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരാനും എസ്റ്റാബ്ലിഷ് ആവാനും ഒക്കെ ഒരു സാധ്യത. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോസസ്സിനെയാണ് നമ്മളെന്ത് പറയുന്നത്, റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് നേരത്തെ ഇപ്പോൾ പെസൈസയ്ക്ക് ഇപ്പോഴത്തെ നമ്മുടെ കമ്മ്യൂണിറ്റി ഫേവറബിൾ അല്ലായിരുന്നു. പക്ഷേ ആനകൾ വന്ന് ചേർന്നതിന് ശേഷം, അല്ലെങ്കിൽ ആനകളോ അല്ലെങ്കിൽ പശുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നതിന് ശേഷം അതിൻ്റെ ഡങ്ങിൽ വളരാൻ വേണ്ടിയിട്ട് ഇത് ഫേവറബിളാണ്. അപ്പോൾ ആ ജീവികൾ എസ്റ്റാബ്ലിഷ് ആയപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പെസൈസ വന്നു. പെസൈസ വന്നപ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ പാരസൈറ്റിന് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഫേവറബിൾ കണ്ടീഷൻ വരും. അപ്പം നേരത്തെ ഫേവറബിൾ ആത്ത കണ്ടീഷൻ ഒരു ഓർഗാനിസം വന്നതുകൊണ്ട് ഫേവറബിൾ ആകുന്നു, അല്ല അതിൻ്റെ റിയാക്ഷൻ കൊണ്ട് ഫേവറബിൾ ആകുന്നു. അവിടേക്ക് ഒരു എമേർജിങ് സ്പീഷീസ് വരുന്നു. ആ സ്പീഷീസിനെ വന്നുകൊണ്ട് അത് മറ്റൊരു സ്പീഷീസിന് ഫേവറബിൾ ആകുന്നു. അങ്ങനെ ഓരോരോ സ്പീഷീസുകളായിട്ട് അവിടേക്ക് ഇൻവേസ് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി കൂടുന്നു. അത് കുറച്ചുകൂടെ ബയോഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഫോം ചെയ്യുന്നു. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മളെന്ത് റിയാക്ഷൻ എന്നുകൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ അവിടെ കോ ആക്ഷൻസും ഉണ്ടാകും. കോ ആക്ഷൻസ് മറ്റൊന്നുമല്ല, ഈ ജീവജാലങ്ങൾ, അതായത് നമ്മുടെ ഈ ജീവികൾ തമ്മിലും ഇതിൻ്റെ ഒരു ഓർഡർ നിങ്ങളുടെ ടെക്സ്റ്റ് കൊടുത്തേക്കുന്ന ചെറിയ മാറ്റമുണ്ട്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റിലെ ഓർഡർ തന്നെ നോക്കിയാലും മതി. ഓക്കെ, അഗ്രിഗേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കോമ്പറ്റീഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ അഗ്രിഗേഷൻ നടക്കുന്നതുകൊണ്ട് കോമ്പറ്റീഷൻസ് ഉണ്ടാവും അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത്? ജീവികൾ തമ്മിൽ ഫൈറ്റ് ചെയ്യാം. അതെന്തിനു വേണ്ടിയിട്ടാണ്? മെയിനായിട്ട് ഫുഡിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാം. ഇപ്പോൾ ക്യാരറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു 5 സ്പീഷീസ് ഉണ്ടെങ്കിൽ ആ സ്പീഷീസുകൾ തമ്മിൽ കോമ്പീറ്റ് ചെയ്തിട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് ഏതാണോ ആ സ്പീഷീസ് ആയിരിക്കും അവിടെ സർവൈവ് ചെയ്യുന്നത്. മറ്റൊരു ചിലപ്പോൾ ഒരു സ്പീഷീസ് ഇല്ലാണ്ടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നമ്മൾ പറഞ്ഞ ചേഞ്ചസുകൾ, ഇപ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന നല്ലൊരു കമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ, കുറേ ഓർഗാനിസം ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ ചേഞ്ചസ് ഉണ്ടാകും. ഇവർ തമ്മിൽ പല ആക്ഷൻസ്, ഫുഡ് ചെയിൻസ് പോലുള്ള ഇൻട്രാക്ഷൻസിൽ ഏർപ്പെടാം. അതുപോലെ കോമ്പറ്റീഷൻസ് ഉണ്ടാവാം, മ്യൂച്വാലിസം ഉണ്ടാവാം. അങ്ങനത്തെ പല ടൈപ്പ് ഇതൊക്കെ ഉണ്ടായിട്ട് അവിടുത്തെ ഇപ്പോഴുള്ള ആ ഒരു എൻവയോൺമെൻറ്റിന് വീണ്ടും ചേഞ്ചസ് ഉണ്ടാകുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ആ ചേഞ്ചസ് കൊണ്ട് എന്താണ് വീണ്ടും പുതിയ എമേർജിങ് സ്പീഷീസുകൾ വരുന്നു. അങ്ങനെ വന്ന് ഈ ഇൻട്രാക്ഷൻസുകളും ഈ ജീവജാലങ്ങൾ തമ്മിലുള്ള പ്രിയപ്പെട്ടായിട്ടുള്ള ഇൻട്രാക്ഷൻ ആയിക്കോട്ടെ, മ്യൂച്വാലിസം ആയിക്കോട്ടെ, കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം ലാസ്റ്റ് ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തും. ഇപ്പോൾ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു, എന്നാലും ഇത്ര ജീവികൾ, ഇത്ര നമ്പർ, അത് ഇത്രയും പേർക്ക് കറക്റ്റായിട്ട് ഇവിടെ ഒരു ബാലൻസ് ഫോമിൽ പോവാം. ഒന്നും കൂടാനും പാടില്ല, ഒരു ബഫറിനപ്പുറം കൂടാനും കുറയാനും പാടില്ലാത്തൊരു സ്റ്റേജിലേക്ക് എത്തുന്നു. അപ്പോൾ അതൊരു സ്റ്റേബിളായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റെബിലൈസേഷൻ നടക്കുന്നു. സോ ഇത് ഇങ്ങനെയാണ് ഒരു സ്റ്റേബിൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മളെന്ത് എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ജനറലി ഒന്നുകൂടെ നോക്കുക, ന്യൂഡേഷൻ നടക്കുന്നു. ന്യൂഡേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു ബെയർ ലാൻഡ് ഫോം ചെയ്യുന്നു. അത് പല ഫാക്ടറുകൾ, ക്ലൈമാറ്റിക് ഫാക്ടറോ ആന്ത്രോപോജനിക് ഫാക്ടറോ ടോപ്പോഗ്രഫി ഫാക്ടറോ ഒക്കെ ആയിട്ട് പല കാര്യങ്ങൾ കൊണ്ടും എന്തുണ്ടാകുന്നു, ഒരു ബെയർ ലാൻഡ് ഫ്ലഡ് കൊണ്ടാവാം, ലാൻഡ് സ്ലൈഡ് കൊണ്ടാവാം, വോൾക്കാനിക് എറപ്ഷൻസ് കൊണ്ടാവാം, അല്ലെങ്കിൽ പേമാരി കൊണ്ടോ സ്റ്റോംസ് കൊണ്ടോ, അങ്ങനെ എന്തുകൊണ്ടും ഒരു ബെയർ ലാൻഡ് ഫോം ചെയ്യുന്നു. ആ ഫോം ചെയ്യുന്നതാണ് ന്യൂഡേഷൻ. അവിടേക്ക് പുതിയൊരു സ്പീഷീസ് വരുന്നു. അത് അതിൻ്റെ വിത്തുകൾ ഡിസ്പേഴ്സ് ചെയ്യുന്നതുകൊണ്ടോ
അല്ലെങ്കിൽ ഡയറക്റ്റ് ഇന്ന സ്പീഷീസുകൾ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് അവിടെ പുതിയ സ്പീഷീസുകൾ വരുന്നു. അവരവിടെ എന്ത് ചെയ്യുന്നു? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ അക്ലിമറ്റൈസേഷൻ അഡാപ്റ്റേഷൻ വഴി അവരവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആ സാഹചര്യത്തോടെ അവർ പൊരുത്തപ്പെടുന്നു. പൊരുത്തപ്പെട്ട് കഴിഞ്ഞാലോ അവരവരുടെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു, അവർ ക്രൗഡഡായി മാറുന്നു. റീപ്രൊഡക്ഷൻ വഴി അവരുടെ പോപ്പുലേഷൻ കൂട്ടുന്നു. ആ ഒരു പ്രോസസ്സാണ് അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ. അഗ്രിഗേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ കോമ്പറ്റീഷനും റിയാക്ഷനും കോയാക്ഷനും ഒക്കെ ഉണ്ടാവാം. അതിന് കൃത്യമായൊരു ഓർഡർ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. കോമ്പറ്റീഷൻസ് ഉണ്ടാവും ഫുഡിന് വേണ്ടിയിട്ട്, ലാൻഡിന് വേണ്ടിയിട്ട്. അതുപോലെ ഓരോ സ്പീഷീസിനുള്ളിൽ തന്നെയും ഇണകൾക്ക് വേണ്ടിയിട്ടൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടാവും. സോ ആ കോമ്പറ്റീഷന് അതുപോലെ ഇവർ അവരുടെ എൻവയോൺമെൻറ്റുമായിട്ട് പല പല രീതിയിൽ റിയാക്ട് ചെയ്യാം. ആ റിയാക്ഷൻസ് ഇവർ തമ്മിൽ പല റിയാക്ഷൻസും ഉണ്ട്, പല മ്യൂച്വലിസം പോലത്തെ പല ഇൻട്രാക്ഷൻസ് ഉണ്ട്. ഈ ഇൻട്രാക്ഷൻസിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റായിട്ട് എന്ത് സംഭവിക്കുന്നത്? അവിടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരും. ആ ചേഞ്ചുകളിൽ പുതിയൊരു എമേർജിങ് സ്പീഷീസുകൾ വരാനുള്ള ചാൻസ് ഉണ്ടാക്കുന്നു. ആ വരുന്ന സ്പീഷീസുകളും മറ്റ് ചേഞ്ചസ് കൊണ്ട് പുതിയ സ്പീഷീസുകൾ അതിലേക്ക് വരികയും നമ്മുടെ ആ കമ്മ്യൂണിറ്റി കൂടുതൽ ബയോഡൈവേഴ്സ് ആവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ബയോഡൈവേഴ്സിറ്റി കമ്മ്യൂണിറ്റി ലാസ്റ്റ് ഒരു ഫൈനൽ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും മോർ ഓർ ലെസ് സ്റ്റേബിളാണെന്ന് നമുക്ക് പറയാം. അവർ നമ്മളൊരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തും. ഇതിൻ്റെ എണ്ണത്തിൻ്റെ കേസിലും അല്ലെങ്കിൽ ന്യൂട്രിയൻ എക്സ്ചേഞ്ചിൻ്റെ കേസിലും എനർജി ഫ്ലോയുടെ കേസിലൊക്കെ ഒരു ബാലൻസ്ഡ് സ്റ്റേജിലേക്ക് എത്തും. അപ്പോൾ അതിനൊരു സ്റ്റെബിലൈസേഷൻ നടന്നു എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെബിലൈസ്ഡ് വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു പുതിയൊരു എക്കോസിസ്റ്റം ഫോം ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ജനറലായിട്ട് സ്റ്റെപ്പ്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റിലുണ്ട്. സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ, വായിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിൻ്റെ സ്റ്റെപ്പിൻ്റെ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക എന്നുള്ളത്. ദെൻ പല ടൈപ്പ് സക്സഷൻ പറയുന്നു. ടൈപ്പ് ഓഫ് സക്സഷൻ അതൊക്കെ നിങ്ങൾക്ക് എസ്സേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാവുന്ന കാര്യമാണ്. ഒന്ന് പറയുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി സക്സഷൻ. പ്രൈമറി സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിമിറ്റീവ് സെക്ഷൻ, അതായത് ഒരു ബെയർലാൻഡിൽ നിന്ന് ഡയറക്റ്റ് തുടങ്ങുന്നു എന്ന് നമ്മൾ പറയുന്നു. അതായത് ആ ബെയർലാൻഡ് ഉണ്ടായെന്ന് വെച്ചാൽ നേരത്തെയും ജീവികളൊന്നും ജീവിക്കാത്തൊരു ബെയർലാൻഡാണെന്ന് കൂട്ടുക നമ്മൾ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പുരാതന കാലമൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഭൂമിയൊക്കെ ഉണ്ടായി ആ ഒരു സമയത്താണ് ഈ പ്രൈമറി സക്സഷൻ പോസിബിൾ ആവുള്ളൂ. ഇപ്പോഴൊന്നും നമുക്ക് പ്രൈമറി സക്സഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നല്ല, നമ്മളൊരു ഒരു തരിശു നിലം, അവിടെ ഇതേവരെ ഇതിനു മുമ്പ് ഒരു ജീവജാലങ്ങളും താമസിക്കാത്ത ഒരു തരിശു നിലം, അവിടെ ആദ്യമായിട്ട് സക്സഷൻ തുടങ്ങുകയാണ്. അവിടെ ആദ്യമായിട്ടൊരു ജീവി വരുന്നു, ഇൻവേഡ് ചെയ്യുന്നു, അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ഓരോരോ കമ്മ്യൂണിറ്റികളായിട്ട് വന്നിട്ട് ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുകയാണ്. സോ അങ്ങനത്തെ ഒരു സ്റ്റേജിലാണെങ്കിൽ, അങ്ങനത്തെ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊരു പ്രൈമറി സക്സഷനാണെന്ന് പറയാൻ പറ്റും. ഇനി സെക്കൻഡറി സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ഇവിടെ നേരത്തെ ഒരു ജീവവർഗം അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റമോ ഒരു കമ്മ്യൂണിറ്റിയോ ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിറ്റി എന്ത് ചെയ്തു? എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞ ന്യൂഡേഷൻ, അത് കുറേ ഫാക്ടറുകൾ പറഞ്ഞല്ലോ. എന്തൊക്കെ പറഞ്ഞു? ആന്ത്രപ്പോജനിക് ആക്ടിവിറ്റി, ഇപ്പോൾ മനുഷ്യൻ നശിപ്പിച്ച് കളയാം, അല്ലെങ്കിൽ ക്ലൈമാറ്റിക് ചേഞ്ചുകൾ വരാം, ഡ്രോട്ടോ ഫ്ലഡോ ഗ്ലേസിയേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അത് നശിച്ചു പോകാം. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബയോട്ടിക് ആയിട്ടുള്ള ഫാക്ടറി, ഇപ്പോൾ ബയോട്ടിക് ഫാക്ടറി നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ഡിസീസുകളൊക്കെ നമുക്ക് ബയോട്ടിക്, ഇപ്പോൾ കൊറോണ ഇപ്പോൾ പറയാവുന്നൊരു കാര്യം, അതൊരു ഡിസീസാണ്, ഒരു ബയോട്ടിക് ഫാക്ടറാണ്. കൊറോണ വന്ന് ഒരു പ്രദേശത്തെ ജീവികളെ മുഴുവൻ കൊന്നു കളയുന്നു. സോ അവിടെ ഒരു ബെയറായിട്ടുള്ള ലാൻഡായി മാറുന്നു. അങ്ങനത്തെ എന്തെങ്കിലും രോഗങ്ങളാവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫാക്ടറികൾ വന്നിട്ട് നേരത്തെ അവിടെ ഒരു ജീവജാലങ്ങൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിറ്റി നശിച്ച് അതൊരു ബെയർലാൻഡായി മാറി. അവിടെ വീണ്ടും ഒന്നേന്ന് സക്സഷൻ തുടങ്ങുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, പ്രൈമറി എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഒരു ഇൻഹാബിറ്റൻസും അവിടെ ഇല്ലായിരുന്നു, മറ്റൊരു ജീവജാലങ്ങളും ഇതിനു മുമ്പ് അവിടെ ജീവിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു തരിശുഭൂമിയിൽ നിന്ന് ആദ്യമായിട്ട് സക്സഷൻ വഴി ഒരു പുതിയ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ പ്രൈമറി സക്സഷൻ എന്നും, ഇതിനു മുമ്പ് അവിടെ ഒരു വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ട് കമ്മ്യൂണിറ്റി ഉണ്ടായി, മറ്റെന്തെങ്കിലും ഫാക്ടറുകൾ കൊണ്ട്, ക്ലൈമറ്റിക്കോ ആന്ത്രപ്പോജനിക്കോ ടോപ്പോഗ്രാഫിക്കോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫാക്ടർ കൊണ്ട് അത് നശിച്ചു പോയതിന് ശേഷം അതൊരു ബെയർലാൻഡായി മാറുന്നു. ആ ബെയർലാൻഡിൽ നിന്ന് വീണ്ടും പുതിയതായിട്ടൊരു സക്സഷൻ നടക്കുകയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി സക്സഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ സെക്കൻഡറി സക്സഷനിലാണ് ശരിക്കും ന്യൂഡേഷൻ എന്നൊരു വാക്ക് വരുന്നുള്ളൂ, ബെയർലാൻഡ് ഫോമിങ് പ്രക്രിയ എന്ന് വരുന്നുള്ളൂ. പ്രൈമറി സെക്ഷനിൽ അവിടെ ഓൾറെഡി ഒരു ബെയർലാൻഡാണ്, കാലങ്ങളായിട്ട് ബെയർലാൻഡാണ്. ഓക്കെ, ദെൻ വേറൊരു കൈൻഡ് ഓഫ് ഇത് പറയുന്നത് ഓട്ടോജനിക് ആൻഡ് അല്ലോജനിക് സക്സഷൻ എന്ന് പറയുന്നത്. ഓട്ടോജനിക് സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സെൽഫ് ഡ്രിവനായിട്ട് സക്സഷൻ ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ആ കമ്മ്യൂണിറ്റി മാറിയിട്ട് അവിടെ മറ്റൊരു കമ്മ്യൂണിറ്റി വരും. അങ്ങനെയാണല്ലോ ഓരോ സ്റ്റെപ്പുകൾ കടന്ന് പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആ ചേഞ്ചസ് ഉണ്ടാക്കുന്നത് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലുള്ള ഫാക്റ്റുകൾ കൊണ്ട് തന്നെയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ, ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു ഡോമിനൻ്റ് സ്പീഷ്യസ് ആയിട്ടിരിക്കുന്ന
സിംഹവും കടുവയുമാണെന്ന് കൂട്ടുക. അപ്പോൾ അവർ ഫുഡിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നു, പരസ്പരം ഫൈറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഇവർ തന്നെ ഡെഡ് ആവുന്നു. അപ്പോൾ ഇവർ ഡെഡ് ആയപ്പോഴത്തേക്കും പ്രിഡേറ്റേഴ്സ് ഇല്ലാതെ ഇവരുടെ പ്രേസൊക്കെ ഇൻക്രീസ് ചെയ്തിട്ട് ലാസ്റ്റ് അതിനൊരു നാശം സംഭവിക്കുന്നു. അവർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവർ നോർമലായിട്ട് അവരുടെ ഫുഡ് സോഴ്സ് ഇല്ലാണ്ടാകുമ്പോഴത്തേക്ക് അവരും ഗ്രാജുവലി ഡെത്ത് ആകുന്നു. അങ്ങനെ ഇവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, ബയോട്ടിക്കോ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അവർ നശിച്ചിട്ട് അടുത്തൊരു കമ്മ്യൂണിറ്റി അവിടെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ഓട്ടോജനിക്കാണ്. ഓട്ടോ എന്ന് പറയുമ്പോൾ തന്നെ സ്വന്തം എന്ന രീതിയാണല്ലോ. സോ ഓട്ടോജനിക്കാണ്, സ്വന്തമായിട്ട് അതിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യം. അല്ലോജനിക് സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നിന്നുള്ളൊരു എന്തെങ്കിലും കാര്യം. ഓക്കെ, ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അപ്പോൾ അവിടെ ഒരു പേമാരി ഉണ്ടാകുന്നു, വർഷങ്ങളോളം മഴ അങ്ങനെ പെയ്ത് ആ ഒരു കമ്മ്യൂണിറ്റി നശിച്ചു പോകാണ്. അപ്പോൾ അത് അവരുടെ കുഴപ്പമല്ല, അവിടെ നിന്ന് ആ ജീവജാലങ്ങളുടെ ആരുടെയും ആ കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ നടന്നൊരു കാരണം കൊണ്ടല്ല, പുറത്തുനിന്നാണ്. അതുപോലെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയോ അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ വഴി ഒക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ഇത് മാറി പുതിയൊരു സംഭവം വരുവാണെങ്കിലും നമുക്ക് പറയാൻ പറ്റും അല്ലോജനിക്ക എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു സെൻസിലൂടെ നമുക്ക് പറയാം, നമ്മുടെ ഓട്ടോജനിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബയോട്ടിക് ആയിട്ടുള്ള ജീവികൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്, അല്ലേ? ജീവജാലങ്ങളുടെ ജീവനുള്ള ആ ജീവികളുടെ ഒരു ഇൻട്രാക്ഷൻ വഴിക്കും കാര്യങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അല്ലോജനിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും എബയോട്ടിക് ഫാക്ടറാണ്, വെള്ളം എന്ന രീതിക്ക്. അപ്പോൾ ഇതിനെ നമുക്ക് അല്ലോജനിക്കിനെ ഓട്ടോജനിക്കിനെയും എബയോട്ടിക് സക്സഷൻ എന്നും വിളിക്കാൻ വേണമെങ്കിൽ, അതുപോലെ ഓട്ടോജനിക് ആൻഡ് അല്ലോജനിക് സക്സഷൻ എന്നും വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പൊല്യൂഷൻ സംഭവിക്കുന്നു, അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ സംഭവിക്കുന്നു, വെള്ളപ്പൊക്കം സംഭവിക്കുന്നു, മഴ പെയ്തിട്ട് വെള്ളം പോകുന്നു, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് അതൊരു എബയോട്ടിക് ഫാക്ടറുകളല്ലേ. സോ അത് അല്ലോജനിക്കുമാണ്, എബയോട്ടിക്കുമാണ്. ഓട്ടോജനിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീവികളുടെ കോമ്പറ്റീഷൻ, അത് അവരുടെ ഉള്ളിൽ നടക്കുന്നതാണ്, ജീവജാലങ്ങളുടെ ഉള്ളിൽ നടക്കുന്നതാണ്. സോ ഓട്ടോജനിക് എന്ന് നമുക്ക് പറയാം. ഇനി വേറൊരു കൈൻഡ് പറയുന്ന ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക് സക്സഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പ്രൈമറി സ്റ്റേജിൽ അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാകുമ്പോൾ അവിടെ ഡോമിനേറ്റ് ചെയ്യുന്ന സ്പീഷീസുകൾ, ഓക്കെ, അവിടെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള സ്പീഷീസുകൾ എന്ന് പറയുന്നത് ഓട്ടോട്രോപ്സ് ആണ്. ഇപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് ആണ്, നോർമലി അങ്ങനെ തന്നെയാണ് നടക്കാറ്. ഇപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് ആണ് അവിടെ ആദ്യം ഒരു കമ്മ്യൂണിറ്റിയൊക്കെ വന്നിട്ട് സബ്സീവ് ആയിട്ടുള്ള സ്റ്റേജുകളിൽ, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം അവിടെ കുറച്ച് ആൽഗ വന്നു, അങ്ങനെ ഗ്രീൻ പ്ലാന്റ്സ് വന്നിട്ടാണ് ആ ഒരു സക്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ ഓട്ടോട്രോഫിക് സക്സഷൻ എന്ന് പറയാം. മറിച്ച് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു ഫംഗസോ അല്ലെങ്കിൽ ബാക്ടീരിയയോ അല്ലെങ്കിൽ ഏതെങ്കിലും അനിമൽസൊക്കെയാണ് ഏറ്റവും ആദ്യം അവിടെ വരുന്നത്. അതിനുശേഷം അവരിൽ നിന്ന് തന്നെ ഗ്രാജുവലി എന്തുണ്ടാകുന്നത്, സക്സസ് കമ്മ്യൂണിറ്റികൾ ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഹെറ്ററോട്രോഫിക് സക്സഷൻ എന്ന് പറയാം. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ ഗ്രീൻ പ്ലാന്റ്സ് ആണ്. സോ ഗ്രീൻ പ്ലാന്റ്സ് ത്രൂ ആണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ഓട്ടോട്രോഫിക് സക്സഷൻ. ആൻഡ് അതല്ലാത്ത ജീവജാലങ്ങൾ വഴിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് നമുക്ക് ഹെറ്ററോട്രോഫിക് സക്സഷൻ എന്ന് പറയാം. ഇനി വേറൊരു കൈൻഡ് സക്സഷൻ ഉണ്ട്, അതാണ് റിട്രോഗ്രസീവ് സക്സഷൻ എന്ന് പറയുന്നത്. ഇത് നോർമലി അത്ര രീതിയിൽ നടക്കുന്ന ടൈപ്പ് സക്സഷൻ അല്ല, എന്നാലും നടക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ പഠിച്ചതിനകത്ത് നോർമലി ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡോമിനൻസ് ആണ് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് അഡ്വാൻസ്മെൻറ്റാണ് പറഞ്ഞത്. ബയോമാസ് ഇൻക്രീസ് ചെയ്യുന്നു, അങ്ങനെ പല ഫാക്ടറുകൾ ഇൻക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ്, നമ്മൾ ഒരു ലെസ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി നിന്നും മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ടൈപ്പ്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടൊരു കമ്മ്യൂണിറ്റി വരുന്നു എന്നാണ് നമ്മുടെ നോർമലി സക്സഷന് നടക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോർമലി ഒരു വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഓൾറെഡി ഇവിടെ ഉണ്ട്. ഓൾറെഡി ഉള്ള ആ കമ്മ്യൂണിറ്റിയിൽ നിന്നും സക്സഷൻ നടന്നിട്ട് അതിനും കുറച്ചുകൂടി കുറഞ്ഞ, അതിനും എഫിഷ്യൻസി കുറഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, കുറച്ചുകൂടി പ്രിമിറ്റീവ് ആയിട്ടുള്ള, അല്ല ഇതിന് മുമ്പ് ഒരു കുറേ സെറാസ് വന്നിട്ടാണ് നമ്മൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയാം. നിങ്ങൾ ഓർക്കുക, ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി വന്നു, അതിന് സക്സഷൻ നടന്നിട്ട് വീണ്ടും അതിന് തൊട്ട് മുമ്പത്തെ സബ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിലേക്ക് അത് മാറി, അല്ലെ ആ സെറയിലേക്ക് തന്നെ അത് വീണ്ടും പോയി. അങ്ങനെ പോകുന്ന അങ്ങനത്തെ കൈൻഡ് ഓഫ് സക്സഷൻസും ഇടയ്ക്ക് നടക്കാറുണ്ട്. സോ അതിനെയാണ് നമ്മൾ ജനറലി എന്ത് പറയാറുള്ളത്, റെട്രോഗ്രസീവ് സക്സഷൻ എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിനകത്തൊക്കെ കുറച്ച് ഡൗട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓൺലൈനായിട്ട് പഠിപ്പിച്ചാൽ അത്ര കിട്ടുന്നൊരു ടോപ്പിക്കും അല്ല. സോ എന്തായാലും നിങ്ങളിത് കേൾക്കുക, ക്ലാസ് കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വെക്കണം. എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഓൾട്ടർനേറ്റീവായിട്ട് അടുത്ത 10 ദിവസങ്ങളിൽ ക്ലാസ് വരുമ്പോഴത്തേക്കും ഒരു ക്ലാസ്സിൽ നമുക്കിത് എല്ലാ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചോദിച്ചാൽ മതി, എന്താണ് ഡൗട്ട്, ഏതൊക്കെ പോയിൻ്റാണ് കിട്ടാത്തതെന്നുള്ളതെങ്കിലും ചോദിക്കുക. കാരണം ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിപ്പിക്കേണ്ട ഒരു ടോപ്പിക് അല്ല ആക്ച്വലി ഇത്. ഇനി നമ്മളതിൻ്റെ മീഡിയത്തിനനുസരിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഏത് ഫോഴ്സാണോ ചെയ്യുന്നതനുസരിച്ച് സെറേഴ്സിനെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റികളെയൊക്കെ നമ്മൾ പലതായിട്ട് തിരിച്ചു നമ്മൾ പറഞ്ഞു, അല്ലേ? ക്ലൈസറെ,
അതുപോലെ ജിയോസെറ എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നോക്കുക ഏത് മീഡിയത്തിലാണോ ഈ ഒരു സക്സഷൻ നടക്കുന്നത് അതനുസരിച്ചിട്ട് പല പല ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഹൈഡ്രോസെറ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞു, വെള്ളത്തിലാണ് സക്സഷൻ നടക്കുന്നത് കമ്മ്യൂണിറ്റികൾ ഉണ്ടാകുന്നതെങ്കിൽ ഹൈഡ്രോസെറ എന്ന് പറയാം. അത് ലാൻഡിലാണ് നമ്മളിതിനെ മീസോസെറ എന്ന് പറയും. സീറോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സീറോ ഫൈറ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ മരുഭൂമിയായിട്ടുള്ള ഒരു ഡെസേർട്ട് ലൈക്ക് കണ്ടീഷൻ, ഒരു തരിശ്, ആ ഒരു ടൈപ്പ് മരുഭൂമികളിൽ സാൻഡൊക്കെയുള്ള മരുഭൂമികളിൽ അങ്ങനത്തെ ഒരു സക്സഷൻ നടക്കുകയാണെങ്കിൽ എന്താ സീറോസെറ എന്ന് പറയാം. ഹലോസെറ എന്ന് പറഞ്ഞാൽ എന്താ സലൈൻ വാട്ടർ, സോൾട്ട് റിച്ച് ആയിട്ടുള്ള സലൈൻ വാട്ടർ എങ്കിൽ എന്താ ഓഷ്യൻ വാട്ടറിലൊക്കെ ഉണ്ടാകുന്നതാണ് നമുക്ക് ഹലോസെറ എന്ന് പറയുന്നത്. ദെൻ അസിഡിക് ആയിട്ടുള്ള വാട്ടറുകളിലും ഇതുപോലത്തെ സക്സഷൻ നടക്കാൻ വേണ്ടിയാണ് ഓക്സലിയോസെറ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഞാൻ കുറച്ച് സ്പീഡിലാണ് കാര്യം പറഞ്ഞു പോയത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക. അപ്പോൾ ജനറലായിട്ട് എന്താണ് സക്സഷൻ എന്നും എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്പുകളെന്നും ഓരോ സ്റ്റെപ്പിലും എന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ടൈപ്പുകളെന്നും ഏതൊക്കെയാണ് സെറേഴ്സ് എന്നുള്ള ജനറൽ കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഇത് ഓർക്കുക. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ഹൈഡ്രോസെറ എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ആ കാര്യം ക്ലിയർ ആവും. അപ്പോൾ ഈ ക്ലാസ് ഇപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ 2 ദിവസങ്ങളായിട്ട് നിങ്ങൾ ബാക്കി ഇതും സംബന്ധിച്ച് 2 ക്ലാസ് കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവരും കേൾക്കുക, കേട്ടിട്ട് ഡൗട്ടുകളൊക്കെ നോക്കി വെക്കുക, അന്നത്തെ ക്ലാസ്സിൽ നേരിട്ട് വരുമ്പോൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.